മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ പൊതുവെ ആൾക്കാർ. അതിൻ്റെ ഒരു കാരണം ഒരു മരണനിഷേധിയായിട്ടുള്ള സംസ്കാരമാണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ പേഷ്യൻ്റ് കെയറിലായാലും ഈ മരണത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചായാലും അവർ പരിഹരിക്കുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചായാലും ഒക്കെ ഈ മരണനിഷേധിയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമാണ് ഡെത്ത് കഫേ എന്നുള്ളത്. ഇതത്ര വലിയ സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് കാപ്പിയും കേക്കും കഴിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാവുന്ന ഒരു കാര്യമാണ് മരണം എന്നുള്ള ആ നിലയ്ക്ക് ഇതിനെടുക്കുക എന്നുള്ളതാണ്. ചില ഗ്രൗണ്ട് റൂൾസ് ഉണ്ട്. അതെന്താ വെച്ചാൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഹൈറാർക്കി ഇല്ല. എല്ലാവരും നമ്മൾ ഈ ഡെത്ത് കഫേ റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥാനമാനങ്ങളെല്ലാം അവിടെ ഡോറിൽ അഴിച്ചു വെക്കണം, എന്നിട്ട് വേണം ഒന്നിരിക്കാൻ എന്നാണ് പറയുക. മറ്റൊന്ന് റെസ്പെക്റ്റ് എന്നുള്ളതാണ്. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. പലർക്കും പല പല അഭിപ്രായങ്ങളുണ്ടാവും. അത് അവരുടെ അഭിപ്രായമാണെന്നുള്ളത് എനിക്ക് അതിൻ്റെ ആ ബഹുമാനത്തോട് കൂടിയിട്ട് അതിനെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമല്ല. അതിനും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഒരാളുടെ അഭിപ്രായത്തിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. മരണം കൂടുതൽ മെഡിക്കലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് മെഡിക്കലല്ലാത്ത അതേമായ സമയം ഈ വക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മറ്റു പ്രതിഭകളെ ഈ വേദിയിലേക്ക് കൊണ്ടുവരിക, അവരുടെ ഒരു സംവാദം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സാറ ടീച്ചർ നമ്മളെ കൊണ്ടുവന്നത്. സാർ ടീച്ചർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ടീച്ചറോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മരണത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എന്താണെന്ന് പറയാൻ പറ്റും? മുമ്പൊരിക്കൽ അനിയത്തിയുടെ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നോട്. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം. മരണത്തെപ്പറ്റി പറയാൻ അത്ര സുഖകരമായ കാര്യമല്ല, നമുക്കറിയാം. പക്ഷേ അത് ആ ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് അതിനെ എങ്ങനെ കാണണമെന്നുള്ളത്, അതിനെ എങ്ങനെ നമ്മൾ സമീപിക്കണം എന്നുള്ളത് ഞാനും കുറച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ഊർജം, ജീവൻ എന്ന ഊർജം അത് ക്രമേണ ഇല്ലാതെയാവുന്നു. ഈ മെഷീൻ അതിൻ്റെ പ്രവർത്തനം പതുക്കെ നിർത്തുന്നു. അങ്ങനെ നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ അഴിഞ്ഞു പോകുന്ന ഒന്നാണ് പിന്നെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മരണത്തിനെ ഇത്രയധികം ഭയങ്കരമാക്കിയതും ഇരുണ്ടതാക്കിയതും ഭീകരമാക്കിയതും മതങ്ങളും എഴുത്തുകാരൊക്കെ കൂടിയിട്ടാണ്. മതങ്ങൾ പിന്നെ അതിൽ അന്ധവിശ്വാസവും സ്വർഗവും നരകവും പാപം പുണ്യം ഒക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങളൊരിക്കൽ മരിച്ചാൽ പിന്നെ ഉണ്ടാകുന്ന ശിക്ഷ ജീവിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ അതിഭയങ്കരമാണ് എന്നൊരു പിക്ചർ കൊടുത്തു വെച്ചു. അപ്പോൾ ആളുകൾ മരണത്തെ ഭയത്തോട്, പിന്നെ മരണം അതിഭീകരമാണ് എന്നല്ലാത്ത ഒരു വാക്കും ഒരു മതത്തിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. ഈ അഴിഞ്ഞു പോകൽ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ ഒരു മതത്തെയും ഒരു മതത്തിൻ്റെ ചിന്തയും എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് ഞാനൊരു ക്രിസ്ത്യൻ പിന്നെ കുടുംബത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് അവരുടെ ഈ സംസ്കാരത്തിൻ്റെയൊക്കെ സമയത്തുള്ള പാട്ടുകൾ ഹോണ്ടിങ് ആണ്. നമ്മളെങ്ങനെ അങ്ങോട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് പിന്നെ എവിടെയൊക്കെ സിനിമയിലൊക്കെ അത് വരുമ്പോൾ ഞാൻ പറയും നിർത്തത് എന്ന് പറയും. പേടിച്ചിട്ടല്ല, ഇഷ്ടമില്ലായ്ക കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ അതൊന്നുമല്ല മരണം എന്ന് നമുക്കറിയാമെന്നിരിക്കെ മരണം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത ഭീകരമായ ഒരു അന്തരീക്ഷം, അത് മതങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. നാട്ടാരെല്ലാം വിഷൂചീലകളയിൽ അമരുന്ന ഒരു പാതിരാത്രിയെക്കുറിച്ച്, ഒരു പെരുമഴക്കാലത്തെക്കുറിച്ചിട്ട് ഒരു കവിത നമുക്കുണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ എൻ്റെ ഒരു 10-12 വയസ്സുള്ളപ്പോഴത്തേക്കാണ് ആ കവിത ആദ്യമായിട്ട് വായിക്കുന്നത്, VC ബാലകൃഷ്ണ പണിക്കരുടെ. അന്ന് ഞാൻ വിറച്ചുപോയി. ആ മരണാന്തരീക്ഷം കവി ചിത്രീകരിക്കുന്ന ഒരു ഭയങ്കര വിഷൂചിക പടരുന്നു, പകർച്ചവ്യാധി ഭയങ്കരമായിട്ട് പടരുന്നു, പെരുമഴ പെയ്യുന്നു, എവിടെയും ഒന്നും ഒരാശയില്ലാത്ത ഒരു സാഹചര്യത്തിൽ തൻ്റെ പ്രിയതമയുടെ ജഡവും മടിയിൽ വെച്ചുകൊണ്ടിരുന്ന് വിലപിക്കുന്ന ഒരു കവി. ആ ഒരു വിലാപകാവ്യം ആണത്. ആ കവിയുടെ വിലാപമാണ് പിന്നെ സാഹിത്യത്തിൽ ഞാൻ ആദ്യം വായിച്ച് വിറച്ചുപോയൊരു മരണരംഗം എന്ന് പറയുന്നത്. അപ്പോൾ മരണത്തെക്കുറിച്ചിട്ട് നിലനിൽക്കുന്ന ഒരുപാട് ധാരണകളെ മനുഷ്യർക്കൊന്നും മാറ്റിക്കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു മരണം കാണുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഞങ്ങൾ കുരിയച്ചിറ സെൻറ്ററിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞാനും
എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളും 4 മക്കളും. അപ്പം ഞങ്ങൾ ആ വാടക വീട്ടിൽ താമസിക്കും. അത് പകുതി പകുതിയാണ്. ഒരു വീടിൻ്റെ പകുതി ഞങ്ങളും പകുതി ഉടമസ്ഥരും പങ്കിടുകയാണ്. ആ ഉടമസ്ഥൻ്റെ അപ്പൂപ്പൻ, അവിടുത്തെ ഏറ്റവും വയസ്സായ കാരണം, ഒരു 92 വയസ്സുണ്ട് എന്നാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും രാവിലെ ഇദ്ദേഹം ഓരോ സ്റ്റോറി പറയും. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഈ മെയിൻ റോഡ് തന്നെയാണ്, എറണാകുളത്തേക്ക് പോകുന്ന ആ റോഡ് തന്നെയാണ്. ആ റോഡിൻ്റെ അപ്പുറത്ത്, വീട്ടു പേര് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു, എന്നാലും അപ്പുറത്ത് നേരെ ഈ വീടിന് മുമ്പിലൊരു വീടുണ്ട്. അത് കുറച്ച് താഴ്ചയിൽ കിടക്കുന്നൊരു വീടാണ്, വലിയൊരു വീടാണ്. അപ്പോൾ ഈ അപ്പൂപ്പൻ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെ വിളിക്കും, കുട്ടികളെ വിളിക്കും. ഇന്നലെ രാത്രി ഇതിൽ കൂടെ പ്രേതങ്ങളുടെ വലിയൊരു സഞ്ചാരം ഉണ്ടായിരുന്നു. പന്തം കൊളുത്തിയിട്ട് പ്രേതങ്ങൾ ഈ നേരെയുള്ള വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. ഞാനിവിടെ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയിരിക്കുകയാണ്. എനിക്ക് പ്രേതങ്ങളെ പേടിയൊന്നുമില്ല. പക്ഷേ പ്രേതങ്ങൾ വരിയായിട്ട് അവർക്കൊരു നീണ്ട വരാന്തയുണ്ട്. ആ വരാന്തയിൽ കൂടെ സഞ്ചാരം ആയിരുന്നു. പിറ്റേ ദിവസം അപ്പൂപ്പൻ അതിനേക്കാൾ വേറൊരു കഥ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് പേടിക്കുന്ന ഞങ്ങൾ കുട്ടികളോട് അമ്മയൊക്കെ പറയും, അത് ചിന്നനാണ് എന്ന് പറയും. വയസ്സാം കാലത്ത് ചിന്നൻ്റെ ഇളകിയിട്ട് അപ്പൂപ്പ ഓരോന്ന് പറയുന്നതാണ്, നിങ്ങളൊന്നും കണ്ട് പേടിക്കണ്ട. അപ്പോൾ എന്താ ചിഹ്നം എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ആ അപ്പൂപ്പൻ മരിക്കാൻ കിടക്കുമ്പോൾ 2 ദിവസമൊക്കെ ഇങ്ങനെ വായു വലിച്ചു കിടന്നു. അപ്പോൾ വായു വലിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം ആദ്യമായിട്ട് ഈ അപ്പൂപ്പൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ. ഇദ്ദേഹം എന്ത് ചെയ്താൽ മരിക്കില്ല. പക്ഷെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ മക്കളും മരുമക്കളും എല്ലാവരും ഒക്കെ വന്നു പോകുന്നുണ്ട്. എൻ്റെ അമ്മ വളരെ ദയാലുവായിട്ടുള്ളൊരു സ്ത്രീയാണ്. ഈ അപ്പൂപ്പനെ ശുശ്രൂഷിക്കുന്നതിൽ അമ്മ ഭയങ്കര പരമാനന്ദം കണ്ടെത്തിക്കൊണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ നേരത്തും ഈ അപ്പൂപ്പൻ്റെ അടുത്താണ്. അങ്ങനെ ഈ വലിച്ച് ഞങ്ങളും കാത്തിരിക്കും, അപ്പൂപ്പ എപ്പോഴാണ് മരിക്കാമെന്ന് അറിയണല്ലോ. അങ്ങനെ ചെന്ന് അടുത്ത് നോക്കുക, എന്താണ് മരണം. അപ്പോൾ അപ്പൂപ്പൻ്റെ കണ്ണ് അവർ പറയും, അതിങ്ങനെ വീണാൽ മരണത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ ഓരോ ലക്ഷണങ്ങളൊക്കെ കാരണം അടുത്തുള്ളവരൊക്കെ പറയും. അപ്പോൾ ആ ലക്ഷണമൊക്കെ ഈ അപ്പൂപ്പനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികൾ അതിൻ്റെ ചുറ്റും ചെന്ന് നിൽക്കും. എന്നിട്ട് അപ്പൂപ്പൻ്റെ കാത് വീണുണ്ടിട്ട് അമ്മേ എന്ന് പറയും. അപ്പോൾ അത് കാത് വീണോന്നല്ല, അതൊന്നും ആയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചീത്ത പറയും. അങ്ങനെ ആ അപ്പൂപ്പൻ മരിക്കുന്ന ആ മരണം ഞാൻ കണ്ടു എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ മരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ കണ്ടിരുന്നു. പക്ഷെ ആ വായു വലി എന്നെ പേടിപ്പിച്ചു. ഇതാണ് മരണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണല്ലോ എന്ന ഒരു തോന്നൽ ആദ്യം തന്നെ ഉള്ളിലെ ഇങ്ങനെ വേരൂന്നി കിടന്നു. പിന്നെ നമ്മൾ വളർന്നു വലുതാവുന്നു, ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ആഘോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ ഇടയിൽ കൂടെ നമ്മൾ ജീവിക്കുന്നു. പക്ഷെ അപ്പോഴും മരണം എന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു സംഗതിയെ ഓർക്കാനേ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എൻ്റെ മരണം എന്നാൽ എനിക്ക് ശേഷം ഒന്നുമില്ല എന്നാണല്ലോ ഓരോരുത്തരുടെയും വിചാരം. എനിക്ക് ശേഷം ഈ ഭൂമിയില്ല, അല്ലെങ്കിൽ ഇതിലൊന്നുമില്ല, ഞാൻ തന്നെയാണ് ആത്യന്തികം എന്നാണ്. പക്ഷേ എൻ്റെ മരണത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ ചിലപ്പോഴൊക്കെ തോന്നുമെങ്കിലും ചിന്തിക്കാറില്ല. ഡോക്ടർ നേരത്തെ പറഞ്ഞ വിടുക പതിവ്, വിട്ടുപിടിക്കുക എന്നൊക്കെ പറയില്ലേ, എന്നൊരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഡോക്ടർ സൂചിപ്പിച്ച എൻ്റെ അനിയത്തിയുടെ മരണം അത് ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് അനുഭവപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതൊരു അനാവശ്യമായ മരണമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മരിക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മരിക്കാമായിരുന്നു. ആ ചിന്തയാണ് അവളുടെ നഷ്ടത്തെ എനിക്ക് കൂടുതൽ ആഴത്തിലുള്ള വേദന ഉണ്ടാക്കിയത്. എൻ്റെ അനിയത്തി ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത് കുറച്ച് ഷുഗറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല, കാല് പ്രശ്നമായതുകൊണ്ട് നടക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ അവൾ പരമാവധി സന്തുഷ്ടയായിട്ടുള്ളൊരു ജീവിയായിരുന്നു. വളരെ സന്തോഷം, കവിതകൾ ചൊല്ലുകയും സന്തോഷിക്കുകയും പിള്ളേരെ വലിയൊരു കുടുംബം അങ്ങനെ നടത്തിക്കൊണ്ടുവന്നതിൽ വലിയ സന്തോഷം കാണും. മരുമക്കൾ പേരക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തറവാട്ടമ്മയുടെ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു. ഒരു പ്രശ്നമില്ലാതിരിക്കെ അവൾ എടുക്കുന്ന ഇൻസുലിൻ തീർന്നുപോയി. ആ ബ്രാൻഡ് ഇല്ല, മാർക്കറ്റിലില്ല. അപ്പോൾ വേറൊരു ഇതിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ സ്ഥിരം നോക്കുന്ന ഡോക്ടർ പറഞ്ഞു, വേറെ മരുന്നൊക്കെ എഴുതി കൊടുത്തു. തിരിച്ചു പോരാൻ നേരത്തെ ഈ കുട്ടി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിൽ ഇങ്ങനെ ഒരു പൊരിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. വേദനയല്ല, ഒരു അസ്വസ്ഥത, ഒരു പൊരിച്ചിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ECG ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. ECG എടുത്ത് നോക്കിയപ്പോൾ ബ്ലോക്ക് ഉണ്ട്, മൾട്ടിപ്പിൾ ബ്ലോക്കാണ്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഹാർട്ടിൻ്റെ ആരെങ്കിലും കാണിക്കാൻ പറഞ്ഞ് നമ്മുടെ തൃശ്ശൂരത്തെ തന്നെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഹൃദയപരമായ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്നപ്പോൾ ഉടനെ തന്നെ ബൈപ്പാസ് ചെയ്യണമെന്ന് പറയുന്നു. സമയമില്ല എന്ന് പറയുന്നു, അർജൻസി
വല്ലാത്തൊരു അർജൻസി ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ ഓപ്പറേഷൻ ഇല്ല. വേറൊരു ഹോസ്പിറ്റലിലേക്ക് സജസ്റ്റ് ചെയ്യാം, ലെറ്റർ തരാം, അർജൻറ്റാണ്, വീടെത്തുമെന്ന് നിശ്ചയമില്ല എന്നാണ് പറയുന്നത്. അതുവരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന വളരെ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ഡോക്ടറെ കാണാൻ പോയ ഈ സ്ത്രീ പെട്ടെന്ന് തന്നെ വീടെത്തുമോ എന്ന ഒരു മാരകമായ തോട്ടിലേക്ക് മക്കളും കുടുംബവും അവരും ഒക്കെ തന്നെ പോവുകയാണ്. എന്നിട്ട് അവിടുന്ന് നേരെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഒരു സെക്കൻഡ് ഒപ്പീനിയന് പോലും സമയം കിട്ടാത്ത വിധത്തിലുള്ള ഒരു അർജൻസി ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കുന്നു. അപ്പോൾ ബൈപ്പാസ് വേണ്ടി വരും, ഒന്നും പേടിക്കാനില്ല, അങ്ങനെയൊക്കെയുള്ള പല പല വാഗ്ദാനങ്ങൾ. എനിവേ അനിയത്തിയും ആ ഹോസ്പിറ്റൽ അംഗീകരിക്കുന്നു. ഓപ്പറേഷൻ്റെ സമയത്ത് എല്ലാ ഒരുക്കങ്ങളൊക്കെ ആയി. കുടുംബം അത് ഭയങ്കര ഇമോഷണലായിട്ടാണ് എടുക്കുന്നത്. മക്കളും മരുമക്കളൊക്കെ അടങ്ങുന്ന വലിയ കുടുംബം ഇമോഷണലായിട്ട് എടുക്കുന്നത്. സമയമില്ല എന്നല്ലേ പറയുന്നത്, എത്രയും പെട്ടെന്ന് ഇത് നടത്തണം എന്നാണ്. എൻ്റെ ഉള്ളിൽ കൂടെ വന്നൊരു ചിന്ത ഞാൻ അവരോട് ഷെയർ ചെയ്തു. അമ്മ ഇത് താങ്ങുമോ ചോദിച്ചാൽ, ഒന്ന് അവൾ വലിയ വണ്ണം, രണ്ട് ഇത്രയും കാലം ഷുഗറായിട്ട് ഇരുന്നത്, ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു പിടിപാടും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഇത് താങ്ങുമോ എന്നുള്ള ഒരു ഭയങ്കര പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് മെഡിക്കൽ കോളേജിൽ കരുണാദാസിനെ ഒന്ന് പോയി കാണാം പറഞ്ഞു. സമയമില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഉത്തരം. ഈ ഇവൾ കണ്ട ഹോസ്പിറ്റലിലെ ഡോക്ടർ അവൾക്ക് വലിയ ഉറപ്പാണ് കൊടുത്തത്. ലാസ്റ്റ് ഡേ എല്ലാ റിസൾട്ടും പക്കായിരുന്നു, ഒന്നിനും ഒരു കുഴപ്പമൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബ്രീതിങ്ങിൻ്റെ അത് കുറച്ചൊരു ചുമ പോലെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നെബുലൈസ് ചെയ്തു, അതൊന്നും കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ കുട്ടി ചോദിച്ചു, ഡോക്ടറെ ഞാൻ ലാസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഈ തീരുമാനം തെറ്റാവോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും ഇല്ല, നിങ്ങൾക്ക് ഞാൻ 10 കൊല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ 15 കൊല്ലം നിങ്ങൾ ജീവിക്കും എന്നാണ് ആ ഡോക്ടർ പറഞ്ഞ ഒരു വാക്ക്. വിശ്വസിക്കുന്നു. ബൈപ്പാസ് കഴിയുന്നു. ബൈപ്പാസ് കഴിഞ്ഞ് വെൻറ്റിലേറ്ററിലാണ്. വെൻറ്റിലേറ്ററിൽ നിന്ന് ഓക്സിജനിലേക്ക് മാറ്റിയപ്പോൾ തനിയെ ശ്വസിച്ചില്ല. പിന്നെ തനിയെ ശ്വസിച്ചിട്ടില്ല, ഓക്സിജൻ എടുത്തിട്ടില്ല. അവർ തന്നെ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് അധികമായിട്ട് വരുന്നതിനാണ് വീണ്ടും വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. വീണ്ടും വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുന്നു, വീണ്ടും എടുക്കുന്നു. 3 വട്ടം വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. 12ാമത്തെ ദിവസം ഇവർ അനിയത്തി മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഈ മരണം ഉണ്ടാക്കിയുള്ള വലിയ ആഘാതം, വലിയ നഷ്ടം, അതിൻ്റെയൊക്കെ അപ്പുറത്ത് എനിക്കുണ്ടായൊരു ചിന്ത, ഇത്തരം സിറ്റുവേഷനിൽ ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക്, രോഗാവസ്ഥകൾ മറ്റ് പലതുള്ള ഒരാൾക്ക്, ആ ആളെ ടോട്ടലായിട്ട് കാണാതെ കണ്ട് ഈ ബൈപ്പാസ് മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതി, ഈ അവർ കണ്ടിട്ടുള്ള ബ്ലോക്കുകൾ മാത്രമാണ്. ഈ എൻ്റെ അനിയത്തി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അവർക്ക് ടോട്ടലായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരത് അന്വേഷിച്ചിട്ടില്ല. ഇതൊരു കുറ്റാരോപണമല്ല, എൻ്റെ ചിന്തയാണ്, ഞാൻ ഷെയർ ചെയ്യുന്ന ചിന്തയാണ്. അവർ അന്വേഷിച്ചിരുന്നുവെങ്കിൽ അവർക്ക് മനസ്സിലാകുമായിരുന്നു ഈ വ്യക്തിക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല, അവരത് താങ്ങില്ല എന്നവർക്ക് മനസ്സിലാകുമായിരുന്നു, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ട് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഇപ്പോൾ ഞാൻ കണ്ടത് അവളുടെ ഫാമിലി വളരെ ഇമോഷണലായിട്ടൊരു ഡിസിഷൻ എടുത്തു എന്നാണ്. അതേസമയം കുറേ ഡോക്ടേഴ്സിൻ്റെ, ഇപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കുറേ ആളുകളുടെ വിദഗ്ധമായിട്ടുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള ഒരു സമീപനം, അത് വളരെ നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള സമീപനം ഉണ്ട് എങ്കിൽ ഒരു രണ്ടാമതൊരു ചിന്തയ്ക്ക് നമുക്ക് മാർഗം ഉണ്ടാകുമായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ ഒരിടമില്ല, അങ്ങനെ ഒരിടമില്ല. നമുക്കൊരു വേറൊരു ഡോക്ടറോട് ചോദിക്കാം എന്നല്ലാതെ കണ്ട് ഒരു ആധികാരികമായിട്ട് 100% ആധികാരികമായിട്ട് ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല എന്നാണ് പുത്രനോട് പറഞ്ഞത്. അപ്പോൾ 100% ആധികാരമായിട്ടല്ലെങ്കിൽ തന്നെയും ഹെൽപ്പ് ചെയ്യുക നമ്മളെ. ഇത് 3ാമത്തെ മരണമാണ് ഞാനിങ്ങനെ കാണുന്നത്. ഒന്ന് എൻ്റെ മരുമകൻ്റെ MG ശശിയുടെ അച്ഛൻ, 82 വയസ്സുള്ള ഒരു മനുഷ്യൻ. ആ 82 വയസ്സുള്ള മനുഷ്യനെ ബൈപ്പാസ് ചെയ്യുന്നത് എന്തിന്? അദ്ദേഹം മരിച്ചു പോയിക്കോട്ടെ, ശാന്തമായി മരിച്ചു പോയിക്കോട്ടെ. 82 വയസ്സിൽ ബൈപ്പാസ് ചെയ്ത് 19 ദിവസം ഈ ICUവിൽ നരകയാതന അനുഭവിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി ശശിയെ നീ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടാണ് ആ മനുഷ്യൻ മരിച്ചു പോയത്. ഇത് എനിക്കൊരു വലിയ ആഘാതം ഉണ്ടാക്കിയൊരു കാര്യമാണ്.
അതൊരു സോഷ്യലായിട്ട് നമ്മൾ കാണുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വാർദ്ധക്യം, മരണം എന്ന് പറയുന്ന റിയാലിറ്റിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ വാർദ്ധക്യത്തെയും മരണത്തെയും എങ്ങനെയാണ് നമ്മൾ പിന്നെ സമീപിക്കേണ്ടത് എന്ന് പോലും നമുക്കറിയില്ല. എന്നായാലും ഒരു ദിവസം മരിച്ചു പോകും എന്ന ഒരു ഒഴുക്കൻ സമീപനത്തോടെ അല്ല, മറിച്ച് താങ്ങാവുന്നതും താങ്ങാൻ പറ്റാത്തതുണ്ട്. താങ്ങാൻ പറ്റാത്തതിനെ താങ്ങാൻ പറ്റാത്തത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ആധുനിക ചികിത്സാ രീതിയെ ഒന്ന് എന്താ പറയുക, ഡൈവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് പരിഷ്കരിച്ചെടുക്കുകയോ ഒന്ന് ഹോളിസ്റ്റിക്കായിട്ട് കാണുകയോ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് എന്ന് പറയുകയോ ഈ ഓൾട്ടർനേറ്റീവ്സിലൂടെ പോകാൻ രോഗിയെ പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാവേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടീച്ചർ പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പേഷ്യൻറ്റിനെ ടോട്ടലായിട്ട് കാണുക. പിന്നെ ബെനിഫിറ്റ് ബർഡൻ കാൽക്കുലേഷൻ എന്ന് പറയും. നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റിനും കുറേ ഗുണമുണ്ട്, കുറച്ച് ദോഷമുണ്ട്. ഇതിൽ ബെനിഫിറ്റാണ് കൂടുതലുള്ളത്, ബേർഡനാണ് കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതിനെപ്പറ്റി നല്ല ഒരു തീരുമാനം ഉണ്ടാവണം. ഇത് വളരെ സെൻസിറ്റീവായിട്ടൊരു കാര്യമാണ്, മരണത്തിൻ്റെ അനുഭവം എന്നുള്ളത്. നമുക്കൊക്കെ ആർക്കെങ്കിലും ഒന്ന് സ്വന്തം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു മരണാനുഭവത്തെ വിവരിക്കാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വളരെ ഷോർട്ടായിട്ട് അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. എൻ്റെ അപ്പൻ അമ്മാനപ്പൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ബില്ല് തന്ന സമയമായിരുന്നു. ആ സമയത്ത് ബില്ലൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് അപ്പനൊരു ചുമ വന്നു. ആ ചുമ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആകെ അറ്റാക്കിൻ്റെ ആകെ കണ്ണൊക്കെ തുറിച്ച് ആകെ അപ്പം നല്ല കളറാണ്, കുറ്റിയാട്ട് വലിയാട്ടാണ്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ അപ്പാപ്പനെ ഇവിടുന്ന് ഐസിയുക്ക് മാറ്റണം തന്നു. അത്രയ്ക്കും ഡിസ്ചാർജ് ആയതാണ്. ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനെ ഒരു സ്ഥലത്തേക്ക് മാറ്റണ്ട, ഇവിടെ കിടന്നാൽ മതി, ഇവിടെ കിടന്നിട്ട് എന്താണെങ്കിൽ ഞങ്ങൾ 5-6 പേരായിട്ട് നിൽക്കുന്നുണ്ട് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മയില്ലാണ്ടായി. അവിടുന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണർന്നിട്ട് എന്താണ്ടായോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ അപ്പന് ഇങ്ങനെ ഓരോ ബോധക്കേടുണ്ടായോ എന്ന് പറഞ്ഞു. അത്രേ. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം അതുപോലെ തന്നെ ആകെ അങ്ങനെ അങ്ങോട്ട് ചുവന്ന് തടിച്ച് ഇപ്പോഴേക്കും മൂത്രമൊക്കെ തെറിച്ച്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്താടി ഉണ്ടായി എന്ന് ചോദിച്ചു. ഒന്നും ഉണ്ടായില്ല, അപ്പനൊരു ഉറക്കം വന്ന പോലെയാണ്. അത് കഴിഞ്ഞ് ഉണർന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് ആൾ കിടന്ന് മരിച്ചു. അപ്പോൾ അപ്പോഴേക്കും ഇവർ വന്നു, ഞങ്ങൾ ഇടിച്ചു നോക്കാം കുത്തി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു ഇടിയും കുത്തൊന്നും വേണ്ട, ആ കിടന്ന് കിടപ്പില്ല, എൻ്റെ അപ്പം മരിച്ചോട്ടെ, എന്ത് വന്നാലും അപ്പം പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ വേദന എന്ന് ചോദിച്ചു. അപ്പോൾ പരിധിയിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ജൂബിലാണ്. അത് സാരില്ല പൈലാട്ട, അത് കുഴപ്പമൊന്നുമില്ല, പൈലാട്ടിന് ഇപ്പോൾ മാറും തന്നു. പക്ഷെ മാറിയത് ഉടനെ കിടന്ന് ഞങ്ങളൊക്കെ കിടക്കാതെ തന്നെ അതിൽ കുറച്ച് നേരം ഓർമ്മ വന്നു. ഓർമ്മ വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒന്ന് കൈ പിടിച്ച് അവളങ്ങനെ കണ്ണടിച്ചു. ബ്യൂട്ടിഫുൾ അല്ലേ? നന്നായി. ഇതാണ്, ഇങ്ങനെ ഒരു ഓണർഷിപ്പ് എടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ രോഗികളുടെ കൂട്ടക്കാർക്കും ഈ തരത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യം നന്നായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ ടീച്ചർ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് മരണം, അപ്പോൾ അവൻ്റെ മരണം കണ്ട കാര്യം, എത്ര നല്ല ഒരു എന്താ പറയുക, മരണം നമുക്ക് അറിയേണ്ട ഒരു സാധനമാണ് അല്ലേ? അതിനെ പറ്റിയിട്ടുള്ളൊരു വിവരമുണ്ട്. ഇന്നിപ്പോൾ കാലം മാറിയോട് കൂടിയിട്ട് വാസ്തവത്തിൽ അത് വീട്ടിലത്തെ ഒരു കാര്യമാണ്, നാട്ടിലത്തെ ഒരു കാര്യമാണ് മരണം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ മരണം എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ അത് മാറ്റിയിട്ട് ഒരു ആശുപത്രി കാര്യമായി മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് മരണത്തെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടല്ലോ, നമുക്ക് ഒരു സഹജമായിട്ടുള്ളൊരു ധാരണ ഉണ്ട് മരണത്തെ. ഇപ്പോൾ പറഞ്ഞല്ലോ, ശ്വാസം വലി തുടങ്ങി താഴുന്നത്, ഇങ്ങനെയുള്ള കുറേ നമ്മൾ പ്രിപ്പയർഡ് ആവുന്നുണ്ട് അല്ലേ മരണത്തെക്കുറിച്ചൊക്കെ. ഇന്നിപ്പോൾ അത് മാറിയിട്ട് വി ആർ ടോട്ടലി അൺപ്രിപ്പയർഡ്. നമുക്കൊന്നും അറിയില്ല. ഇത് ഒരു ആശുപത്രി കാര്യം മാത്രമാണത്, നമ്മൾക്ക് ഒരു കയ്യുമില്ല അതിൽ, നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുണ്ട്. ടോട്ടലി ഹെൽപ്ലെസ് ആവുന്നുണ്ട്. ഈ ഒരു മാറ്റത്തെക്കുറിച്ച് എന്താ ടീച്ചറുടെ ഒരു കാഴ്ചപ്പാട്? നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു വീട്ടിലൊരാൾ രോഗി മരിക്കാൻ കിടക്കുന്നുണ്ടെങ്കിൽ, അല്ല പ്രായമായ ആളോ ഒക്കെ മരിക്കാൻ കിടക്കുന്നുണ്ടെങ്കിൽ നിരന്തരം ആ വീട്ടിൽ കയറി ഇറങ്ങും അയൽപ്പക്കക്കാർ, ബന്ധുക്കൾ,
അതുപോലെ മരിച്ചോ മരിക്കാറായോ എന്താ കാര്യം ലക്ഷണം പറയുക. നിരവധി ആളുകൾക്ക് ലക്ഷണം അറിയുന്നവരാണ്, എല്ലാവരും ലക്ഷണം അറിയുന്നവരാണ് മരിക്കുന്നതിൻ്റെ. എന്നിട്ട് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് രോഗി പിന്നെയും ജീവിക്കും. അതൊരു ഭയങ്കര തമാശയാണ്. നാളെ മരിക്കും, ഇപ്പോൾ നേരം വെളുപ്പിക്കില്ല കേട്ടോ എന്ന് പറയും. പിന്നെ 3 നേരം വെളുത്താലും ഇയാൾ പോയിണ്ടാവില്ല അങ്ങനെ. പക്ഷെ എന്നാലും അതൊരു വലിയ ജാഗ്രത. അത് നമ്മുടെ നാട്ടറിവ് എന്നൊക്കെ പറയില്ലേ, ആ നാട്ടറിവുമായിട്ട് ഒരുപാട് മനുഷ്യ വീടുകളിൽ ഇങ്ങനെ വന്നു പോകും. ഈ അപ്പാപ്പനെ തന്നെ കാണാൻ എന്തുമാത്രം മനുഷ്യരാണ്, കുര്യശ്രീകളിൽ എല്ലാവരും തന്നെ അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളിങ്ങനെ അപ്പാപ്പൻ്റെ 4 ചുറ്റും നിൽക്കുകയാണ്, കുട്ടികൾ ചെറിയ കുട്ടികളാണ്, മരണം കാണാൻ വേണ്ടി നിൽക്കുകയാണ് കാത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ മരണത്തെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അനുഭവം. ആ അനുഭവം വീട്ടിലെ മരണത്തിനുള്ളത്. ഇത് പറയുമ്പോൾ അലാഹയുടെ പെൺമക്കളിൽ കുട്ടിപ്പാപ്പൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. എൻ്റെ ഇളയപ്പൻ ആണ് അതിന് കാരണമായിട്ടുള്ളൊരു വ്യക്തി. എൻ്റെ അപ്പൻ്റെ അനിയൻ, എൻ്റെ അപ്പന് ഒരു അനിയനേ ഉള്ളൂ. അദ്ദേഹത്തിന് ക്ഷയരോഗമായിരുന്നു, വളരെ കുട്ടിയിലെ ഉണ്ടായിരുന്നു. മരിക്കും എന്ന് ഉറപ്പായപ്പോൾ അന്നൊന്നും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല ഞങ്ങളുടെ ഭാഗത്ത്. ഒരുപാട് സുഹൃത്തുക്കൾ മൂപ്പരിയെ എന്താ പറയുക ചർക്ക ക്ലാസ്സുകളൊക്കെ നടത്തിയിരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഗാന്ധിയനത്തിൻ്റെ വലിയ ആളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ എന്താ പറയുക ഷെഡ് കെട്ടിയിട്ട് രാവിലെ തൊട്ട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇങ്ങനെ വരും, ചർക്ക തിരിക്കുക അവിടെ ഇരുന്നിട്ട് നൂല് നൂൽക്കും. എന്നിട്ട് ഈ നൂലൊക്കെ കൊടുത്ത് കസ്തൂർബ ആശ്രമത്തിൽ കുറുക്കഞ്ചേരിയിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഇത് കേട്ടിട്ടാണ് ഞാൻ വളരുന്നത്. രഘുപതി രാഘവ രാജാറാം കേട്ടിട്ടാണ് എണീക്കുക. അപ്പോൾ എണീക്കുന്ന ഈ ചർക്ക ക്ലാസ് നടക്കുകയാണ്, അവിടെ ക്ലാസ് എടുക്കലൊക്കെയാണ് പാപ്പൻ്റെ ജോലി. അപ്പോൾ പാപ്പനെ ക്ഷയരോഗം. അപ്പോൾ ഞങ്ങളെല്ലാം വല്യമ്മയെ അങ്ങനെ കുറച്ച് പേരൊക്കെ മൂത്തവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പഞ്ഞിയുടെ അടുത്തേക്ക് പോവാതെ ഇതൊക്കെ മൂക്കിൽ കയറിയിട്ടാണ് നിനക്ക് ചുമ മാറാത്തതെന്നൊക്കെ പറയും. പക്ഷെ മൂപ്പർക്ക് അതിൽ ഭയങ്കര ഒരു ആശ്വാസം, ഒരു സാത്വികനായൊരു മനുഷ്യനായിരുന്നു, ഭയങ്കര ആനന്ദമായിരുന്നു അതിൽ. അപ്പോൾ കാളിന്തി എന്ന പേരുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു കസ്തൂർബ ആശ്രമത്തിൽ. പിന്നെ കാളിന്തി ചേച്ചിക്കാണ് ഈ നൂലൊക്കെ കൊണ്ടു കൊടുക്കുക. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുള്ള നൂലൊക്കെ കാളിന്തി ചേച്ചിയുടെ വീട്ടിലാണ് കൊണ്ടു കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം കാളിന്തി ചേച്ചി കണ്ടില്ലെങ്കിൽ പറയും നൂലെത്തിയിട്ടില്ല, അവർ പിണങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവസാന ഇതിൽ വരെയും അവർ ആ ജാഗ്രത ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പഞ്ഞി ശ്വസിച്ചിട്ടാണ് അധികമായി എന്നാണ് എൻ്റെ വീട്ടിലുള്ളവരുടെ പരാതിയായിരുന്നത്. അവസാനം എല്ലാവരും വന്നു മരിക്കാൻ പോവുകയാണ്. ഒടുക്കത്തെ പ്രഷമ കൊടുക്കുക എന്നൊക്കെ പറയും ഞങ്ങളതിൽ. അപ്പോൾ വള്ളീനാച്ചനൊക്കെ വരുന്നു, മെഴുകുതിരി ഐസ് പെട്ടികൾ ഇങ്ങനെ നിരന്നിരിക്കുന്നു. പാപ്പൻ്റെ കൂട്ടുകാർ വന്നിട്ട് സാരികളൊക്കെ വലിച്ചു കെട്ടിയിട്ട് പങ്ക ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പങ്ക അങ്ങനെ പിടിച്ച് വലിച്ച് വീശുകയാണ്. ആ കാറ്റ് അതുള്ളൂ മാർഗം, ഇലക്ട്രിസിറ്റി ഇല്ല ആ ഭാഗത്ത്. അപ്പം അങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പങ്ക വീശാനൊക്കെ ഞങ്ങളാണ് ഇരിക്കുന്നത്, മരണത്തിൻ്റെ ഇതിൻ്റെ ചുറ്റും ഇരിക്കുക. ഞാനൊക്കെ മുട്ടൂത്തി നിന്ന് കരയുന്ന ഒരു ഓർമ്മ എനിക്കിപ്പോൾ ഉണ്ട് പാപ്പൻ്റെ മരണത്തിൻ്റെ സമയത്ത്. പക്ഷെ മൂപ്പര് മരിച്ചില്ല. മൂപ്പരെ വെല്ലൂർക്ക് കൊണ്ടുപോയി. വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സ കഴിഞ്ഞ് ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നു. എത്രയോ വർഷം ജീവിച്ചു, കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ടായി. വളരെ വയസ്സായിട്ടാണ് ആൾ മരിച്ചു പോയത്. അപ്പോൾ ആ ഒരു അനുഭവം ഭയങ്കര ഒരു ഇതാണ്. ഞാൻ എന്ന് വിചാരിക്കണം, എൻ്റെ അനിയത്തെ ഐസിയുവിൽ കയറ്റിയിട്ട് ഒരു വിവരമില്ല, ഒരു വിവരം നമുക്കറിയാൻ മാർഗമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു രോഗിയാണ്, അല്ലെങ്കിൽ എന്തോ ആവട്ടെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാണ്. നമുക്ക് അവിടെ കിടക്കുന്ന എൻ്റെ അനിയത്തിയാണ്, ആ കുട്ടികളുടെ അമ്മയാണ്, പേരക്കുട്ടികളുടെ അമ്മൂമ്മയാണ്, ആ ഭർത്താവിൻ്റെ വൈഫാണ്, ഒരു വ്യക്തിയാണ് അവിടെ കിടക്കുന്നത്, പ്രിയപ്പെട്ട ഒരു വ്യക്തി. നമുക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടണ്ടേ? ഞാനിവരോട് ചോദിച്ചു, നിങ്ങൾ ഈ വലിയ VIP കളൊക്കെ കിടക്കുമ്പോൾ എപ്പോഴെപ്പോഴും മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ ഇറക്കാറില്ലേ? എല്ലാ മനുഷ്യർക്കും അതിനുള്ള അവകാശമുണ്ട്, അറിയാനുള്ള അവകാശം. അകത്ത് കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മകൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട്. ആ റൈറ്റ് കിട്ടിയിരിക്കണം. ഏത് ഹോസ്പിറ്റലിലായാലും ഏത് ഭയങ്കര ICU ആയാലും അത് വലിയ പ്രതിഷേധം മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ICUയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ അറിയാതിരിക്കുക എന്നാണ് അർത്ഥം. ഒരു വിവരം അറിയില്ല, അജ്ഞാതം. നമ്മളിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു നമുക്കറിയാൻ മാർഗമില്ല. 1 മണിക്കൂർ കാണാം ആർക്കെങ്കിലും ഒരാൾക്ക്. എനിക്ക് എൻ്റെ അനിയത്തിയെ കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റാതിരുന്നതിന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ എനിക്ക് കാണാൻ പറ്റാതിരുന്ന അവളുടെ മക്കൾ കണ്ടോട്ടെ, മരുമക്കൾ കണ്ടോട്ടെ എന്ന എൻ്റെ ഒരു ചിന്തയായിരുന്നു. കുട്ടികൾക്കല്ലേ കാണേണ്ടത്, പേരക്കുട്ടികൾക്കല്ലേ കാണേണ്ടത്, അവർക്ക് അവസരം കൊടുത്തു. എനിക്ക് അവളെ കാണാനേ പറ്റിയില്ല.
അപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞ പോലെ ICUവിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മരണം കുറേ കൂടി മാനവികത ഉള്ളതാവണം, കുറച്ചുകൂടി മനുഷ്യസ്നേഹം, പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആവണം, കുറച്ചുകൂടി പേഷ്യൻറ്റിൻ്റെ ഫാമിലിയോട് ഫ്രണ്ട്ലി ആവണം. പണ്ടൊക്കെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഡോക്ടർ ഓർമ്മയുണ്ട്, ഭയങ്കരമായിട്ട് ചീത്ത പറയും. പനിച്ചിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അമ്മേനെയൊക്കെ ചീത്ത പറയും. എന്തിനപ്പോൾ കൊണ്ടുവന്നേ, ചത്തിട്ട് കൊണ്ടുവന്നാൽ മതിരില്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കുന്ന ഒരു ഡോക്ടറാണ്. നമുക്ക് സ്നേഹം തോന്നും ഡോക്ടറെ അടുത്തൊന്ന് തിരിച്ചു പോരുമ്പോൾ. ചീത്തൊക്കെ പറയുമെങ്കിലും ആ ചീത്ത പറയുന്നത് ഈ അജ്ഞതയോടാണ് കലഹം, അല്ലാതെ കൊണ്ട് വ്യക്തികളോടല്ല. ഇന്ന് അങ്ങനെയല്ല, വളരെ ഫ്രണ്ട്ലി അല്ലാത്ത അന്തരീക്ഷം, വളരെ പണക്കൊതിയുള്ള ഒരന്തരീക്ഷം, ആർത്തി പിടിച്ച ഒരന്തരീക്ഷം. അനിയത്തിയുടെ ബോഡി വിട്ടുകിട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ആ ഹോസ്പിറ്റലിൽ പറഞ്ഞത്, ബില്ല് കെട്ടിക്കോളൂ കേട്ടോ, ബില്ല് കെട്ടിക്കോളൂ, 12.5 ലക്ഷം റുപ്യ 12 ദിവസം കൊണ്ട്. മരണത്തിനെ പറ്റി തന്നെ പറയാം. എൻ്റെ വീട്ടിൽ 3 മരണങ്ങളുണ്ടായിരുന്നു അടുത്തടുത്ത്, 1-2 കൊല്ലങ്ങൾ ഇടവിട്ടിട്ട്. ഒന്ന് എൻ്റെ അമ്മ, വൈഫിൻ്റെ അമ്മയും അച്ഛനും, എല്ലാവരും പ്രായമായിട്ടായിരുന്നു. 82, എൻ്റെ അമ്മക്ക് 90 വയസ്സായില്ലായിരുന്നു. രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയുടെ കാര്യത്തിൽ അമ്മ രാത്രി നമ്മൾ രണ്ടുപേരും TV എന്തോ കാണായിരുന്നു. അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്തോ ഉണ്ടാക്കി കൊടുത്തിട്ട് അമ്മ പോയി കിടക്കുകയും ചെയ്തു. നമ്മൾ TV കണ്ടിട്ട് പിന്നെ ഉറങ്ങാൻ പോയി. രാത്രി 2 മണിയാകുമ്പോൾ എനിക്ക് തോന്നി അമ്മയൊന്ന് നോക്കിക്കളയാം എന്തെങ്കിലും. ഞാൻ പോയി നോക്കിയപ്പോൾ അമ്മ തട്ടിയിട്ട് ഉണരുന്നില്ല, ബ്രീത്ത് ചെയ്യുന്നില്ല, പക്ഷെ പൾസ് ഉണ്ടായിരുന്നു. ഷി വാസ് അബൌട്ട് ടു ഡൈ. അപ്പോൾ സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, ഉടനെ ആംബുലൻസ് വിളിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുക. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ വൈഫിനെ വിളിച്ചു, നമ്മൾ രണ്ടുപേരും ഇപ്പുറത്തൊരു അമ്മയുടെ കൈ പിടിച്ചു, അമ്മ പോയി. ആക്ച്വലി അങ്ങനെയാണ് മരണം വേണ്ടത്. പിറ്റേ ദിവസം ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചിട്ട്, ഏത് ഹോസ്പിറ്റലായിരുന്നു, ICUവിലായിരുന്നില്ലേ? ആസ് ഇഫ് ICUവിലാണ് മരിക്കേണ്ടതെന്നാണ്. അല്ല, നമ്മളൊക്കെ മരിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ് മരിക്കേണ്ടത്. നമ്മുടെ ചുറ്റും നമ്മുടെ പിന്നെ മക്കളോ അച്ഛനമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൈ പിടിച്ചിട്ടാണ് മരിക്കേണ്ടത്. പിന്നെ ടീച്ചർ പറഞ്ഞ ICUവിൻ്റെ കാര്യം വളരെ വളരെ ശരിയാണ്. സപ്പോസ് ഇപ്പോൾ രാത്രി നമ്മുടെ വീട്ടിലൊരു പ്രായമുള്ള ഒരു ആളുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വരുന്നു, ഉടനെ നമ്മൾ ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് കൂടെ ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ആക്ച്വലി അവർക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല. ICUവിൽ ആക്കാൻ പറയും. ICUവിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കുമ്പം ഓക്സിജൻ സാച്ചുറേഷൻ കുറച്ച് കുറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിടിച്ച് വെന്റിലേറ്ററിലാണ്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് ഏറ്റവും ഡിസ്ട്രെസ് ഉണ്ടാകുന്ന ഒരു കാര്യം, നമ്മൾ കോൺഷ്യസ് ആവുന്ന സമയത്ത് നമ്മളെ തൊണ്ടയിൽ ഒരു എൻഡോട്രോക്കൽ ട്യൂബും വെന്റിലേറ്ററിലാവുന്നതാണ്. അപ്പോൾ എന്താ ഉണ്ടാകുന്ന വെച്ചാൽ, പലപ്പോഴും ICUവിൽ അനായാസ മരണമല്ല, വയലൻ്റ് ഡെത്താണ് ഉണ്ടാകുന്നത്. യു ഫൈറ്റ് ദ വെന്റിലേറ്ററായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് മരിക്കുന്നത് ആൾക്കാരൊക്കെ. ആൻഡ് വെന്റിലേറ്ററിൻ്റെ കാര്യം പറഞ്ഞു. വെന്റിലേറ്റർ ആക്ച്വലി ഒരുപാട് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എവിടെയാണ് വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം. ഇപ്പോൾ അങ്ങനെയല്ല. വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ, വെന്റിലേറ്റർ അവിടെയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു, അതാണ്. അല്ലാതെ ശരിക്കൊരു ഇൻഡിക്കേഷനായിട്ടല്ല പലപ്പോഴും ഉപയോഗിക്കുന്നത്. എനിക്കൊന്ന് ഒരുപാട് ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ ഇതിൽ മാറ്റങ്ങൾ വരേണ്ടതാണ്. പിന്നെ കുറേ നമ്മുടെ സൊസൈറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. സൊസൈറ്റി എല്ലാത്തിലും ഇടപെടും. എന്തുകൊണ്ട് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? പിന്നെ പൈസ ചിലവ് പേടിച്ചിട്ടാണോ, അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സൊസൈറ്റിയെ പേടിച്ചിട്ട് ആൾക്കാർ ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അതൊരു ശരിയാണ്. പിന്നെ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ പല വീടുകളിലും പിന്നെ കുട്ടികളെ മരണം കാണിക്കാൻ പാടില്ല എന്ന് പറയും. കുട്ടികൾ മരണം കാണണം, അത് ഇറ്റ്സ് എ ഫാക്ട് ഓഫ് ലൈഫ് അല്ലേ, എന്തായാലും അവർ കാണേണ്ടതാണ്. നമുക്കൊരു മരണ സാക്ഷരത ഉണ്ടായിരുന്നു ശരിക്കും. നമുക്ക് ആ ഒരു ടേം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഡെത്ത് ലിറ്ററസി നമുക്ക് ഉണ്ടായിരുന്നു ശരിക്കും. അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ അമിതമായിട്ടുള്ള മെഡിക്കലൈസേഷനും ഉണ്ട്,
അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് തിരിച്ച് ആ ഒരു ഡെത്ത് ലിറ്ററസി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് മരണം എന്നുള്ളത് സാധാരണക്കാർക്കൊക്കെ. ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ പ്രഷർ എന്ന് പറഞ്ഞല്ലോ, അതും കാരണം തന്നെയാണ്. മരണം എന്ന് പറഞ്ഞാൽ അറിയില്ല, മരണം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ വെച്ച് നടക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് എനിക്ക്. അപ്പം നാട്ടറിവ് എന്ന് ടീച്ചർ പറഞ്ഞ മാതിരി അത് നമുക്ക് രണ്ടാമത് ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ഒരു ആദ്യപടിയാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഡെത്ത് കഫേകളൊക്കെ. നമുക്ക് മരണത്തെക്കുറിച്ച് സംസാരിച്ചാലല്ലേ എൻ്റെ മറ്റുള്ള മാനങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് എനിക്ക്. അപ്പോൾ ഡെത്ത് ലിറ്ററസിയെ കുറിച്ച് എന്താ ടീച്ചർ പറയുന്നത്? അത് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ അറിവുകൾ തന്നെയാണ്. അതല്ലാതെ കണ്ട് സഹജമായിട്ട് ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികൾ മരണം കാണുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു, ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൂപ്പൻ്റെ ചുറ്റും കിടന്ന് നടന്നിരുന്നത്. എപ്പോഴാണ് മരിക്കാന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള, അല്ലാണ്ട് ദുഃഖമോ അല്ലെങ്കിൽ അപ്പൂപ്പൻ മരിക്കുകയാണെന്നല്ല, മരണം ഭീകരമാണെന്നുള്ളതൊന്നല്ല. എപ്പോഴാണ് മരിക്കുക ആദ്യം അറിയുന്നത് ആരായിരിക്കും? ആ ഒരു അപ്പൂപ്പനെ കാണാൻ പോകുന്നത് തന്നെ ഒരു ആഹ്ലാദത്തിലാണ്. എല്ലാ കുട്ടികളൊക്കെ അങ്ങനെയാണ്. കുട്ടികൾ കാണുന്നുണ്ട് മരണം, കുട്ടികൾക്ക് ആ വേർപാടിൻ്റെ കാര്യങ്ങൾ അറിയാം. പക്ഷേ പറഞ്ഞമാതിരി അപ്രതീക്ഷിതവും വലിയ ആഘാതം തരുന്നതൊക്കെയുള്ള മരണത്തിൻ്റെ കാര്യത്തിൽ വേറെയാണ് കാര്യം. അപ്പോൾ സൊസൈറ്റിയെ മരണത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആകാംക്ഷ എന്ന് പറയുന്നത്, എൻ്റെ ആകാംക്ഷ, ഇത് ഭയങ്കര വേദന ഉണ്ടാവുമോ എന്നുള്ളതാണ്. വേദനിച്ചാണോ നമ്മൾ മരിക്കുന്നത്? നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് വേദന ഉണ്ടായിരുന്നോ നമുക്കറിയാൻ പറ്റില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മളങ്ങ് ജനിച്ചു, അത്രയാണ്. ജീവിതത്തിലെ എല്ലാ വേദനകളും നമുക്ക് തരണം ചെയ്യാനുള്ള ശക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തരണം ചെയ്യുന്നുണ്ട്. പക്ഷെ മരണത്തിൻ്റെ വേദന, കാരണം എന്താ വെച്ചാൽ ലിറ്ററേച്ചറിലൊക്കെ മരണവേദന, പ്രാണവേദന, പ്രാണൻ പിരിയുന്ന വേദന, ജീവൻ വേർപെട്ട് പോകുന്ന വേദനയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അധികം. അന്ധവിശ്വാസം സംഗതികളൊക്കെ മാറ്റി നിർത്തിയാൽ വേദന. ഈ അപ്പൂപ്പൻ്റെ മരണം കണ്ടതെന്ന് എനിക്കുണ്ടായത് സഫോക്കേഷനെ കുറിച്ചുള്ള പേടിയായിരുന്നു. ആ ലാസ്റ്റ് മിനിറ്റിൽ വായു കിട്ടാതെ വായു വലിക്കുക എന്ന് പറയുന്നത്, എത്ര ദിവസം വലിച്ചു എന്നൊക്കെയാണ്. ഇപ്പം MTയുടെ സിനിമകളിലൊക്കെ നമ്മളത് ധാരാളം കാണുന്നുണ്ട്. കിടന്ന് വലിക്കുകയാണ്, നാളെയോ എന്ന് അങ്ങനെ കിടക്കുകയാണ് എന്നൊക്കെ പറയുന്ന തരം ചില വിഷ്വൽസും ഇതൊക്കെ തന്നിട്ടുള്ള ഒരു ബോധ്യം. അപ്പോൾ ഈ വായു വലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അത് ഓക്സിജൻ്റെ അഭാവമാണ് എങ്കിൽ അത് ആ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഒന്ന് ആദ്യം അറിയേണ്ട കാര്യം, മരണം ആസ് സച്ച് ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല. മരണവേദന എന്ന് പറയുന്നത് എന്തെങ്കിലും വേദന കലശലാകുമ്പോൾ അതിന് മരണവേദന എന്ന് പറയുന്നതല്ലാണ്ട് മരണം ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആണത്, സയൻറ്റിഫിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. മരണം ആസ് സച്ച് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഈവൻ്റ് അല്ല എന്നുള്ളത്. പിന്നെയുള്ള ഈ ശ്വാസം വലിക്കുന്നതാണ്. ശ്വാസം വലിക്കുന്നത് വാസ്തവത്തിൽ ഓക്സിജൻ്റെ അഭാവം കൊണ്ടല്ല. അത് കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈ റെസ്പിറേറ്ററി സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അത് വലിക്കുന്നുണ്ടാവും. അത് കോൺഷ്യസ് ആയിട്ടുള്ളതൊന്നല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ വലിക്കുന്നത് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്ട്രെസ് അല്ല. പേഷ്യൻ്റ് അങ്ങനെ ഒരു ഡിസ്ട്രെസ് അനുഭവിക്കുന്നില്ല. അപ്പോൾ നമുക്കത് ശരിക്കും റിയഷ്യൂർ ചെയ്യാം കൂടെ നിൽക്കുന്ന ആൾക്കാരോട്. ഈ കാണിക്കുന്നതും രോഗിയുടെ അനുഭവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അത് നമുക്ക് ഉറപ്പാക്കാം. ഇത് ഈ വലിക്കുന്ന അറിയുന്നില്ല, അത് വെറും ഒരു ന്യൂറോളജിക്കൽ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഭയാശങ്ക വേണ്ട. പിന്നെ മരിക്കാല്ലേ? എനിക്ക് തോന്നുന്നത് ഒരു നല്ല മരണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ, അങ്ങനെ ഒരു സാധനം വേണ്ടത്. എന്തായാലും ചീത്ത മരണം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ്. നമ്മൾ അനായാസേന മരണം, ഈ നല്ല മരണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു നല്ല മരണം? ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ 2 പടങ്ങളുണ്ട്, 2 പെയിൻറ്റിങ്സ്. ഒന്ന് നല്ല മരണം, ഒന്ന് ചീത്ത മരണം. അതാണ് അങ്ങനെ 2 പെയിൻറ്റിങ്സ്. അത് ഒരു വാതിലിൻ്റെ അപ്പുറത്തും വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും ബോധ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല മരണം മരിക്കുന്ന ആൾ വളരെ മനോഹരമായിട്ട് വിരിച്ചിട്ട ഒരു കിടക്കയിൽ നല്ല ശാന്തമായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നു. അയാളുടെ ഭാര്യ മക്കളൊക്കെ മുടിയൊക്കെ ചീന്തി മര്യാദയ്ക്കൊക്കെ ആക്കി, പിന്നെ നല്ലപോലെ വേഷമൊക്കെ കെട്ടി ശാന്തരായിട്ട് ഇതിൻ്റെ ചുറ്റും നിൽക്കുന്നു. ഈ നല്ല മരണക്കാരൻ്റെ തലക്കിലൊരു മാലാക ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് കാവലായിട്ട് നിൽക്കുന്നു. പിന്നെ വളരെ ശാന്തമായിട്ട് അദ്ദേഹം മരിക്കുകയാണ്.
ചീത്ത മരണത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ആകെ കയസാണ്. കട്ടിലിന് വൃത്തിയില്ല, ബെഡിന് വൃത്തിയില്ല, ഭാര്യയുടെ തലമുടിയൊക്കെ ചപ്ര ചിപ്ര, കുട്ടികൾ വൃത്തിയില്ല, ഒരു കോഴി അവിടെ ഇങ്ങനെ അപ്പിട്ടിട്ട് നടക്കുന്നു, ആകെ വീട് അലങ്കോലം. ഇയാളുടെ തലയുടെ ഭാഗത്തൊരു ചെകുത്താനാണ് നിൽക്കുന്നത്. ഈ നല്ല മരണം ചീത്ത മരണത്തിൻ്റെ ചിത്രം അനേക കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് ക്രിസ്ത്യൻ ഒരു ഇതിൽ വന്നിട്ടുള്ളതാണ്, ഒരു പെയിൻറ്റിങ്ങാണത്, 2 പെയിൻറ്റിങ്. അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ശാന്തമായിട്ടും സുന്ദരമായിട്ടും മരിക്കാൻ, നല്ലത് ചെയ്ത് ജീവിക്കുക എന്ന് പറയാൻ പള്ളിയിലെ അച്ഛന്മാരുടെ ഒരു ഉപദേശത്തിൻ്റെ പാഠമാണത്. ചീത്തയായിട്ട് ജീവിക്കുന്ന, തിന്മ ചെയ്ത് ജീവിക്കുന്ന പാപീര മരണമാണ് ചെകുത്താൻ തലയ്ക്ക് നിൽക്കുന്ന മരണം. അത്രയും ഒരു അറിവ് മരണത്തെ പറ്റി കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിട്ടുണ്ട്. മരണം നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അത് ഒത്തിരി സംശയമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ മരിച്ചു പോകണമെന്ന് ആർക്കും ഉണ്ടാവില്ലല്ലോ. എൻ്റെ അമ്മ പറയും, ചെമ്പിൽ അമ്പഴങ്ങ പുഴുങ്ങി തിന്നാലും 10,000 കൊല്ലം ജീവിക്കുന്നതാണ് മനുഷ്യൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മ പറഞ്ഞെന്നുള്ള ചെമ്പിൽ അമ്പഴങ്ങ പുഴുങ്ങി തിന്നാലും എന്ന് പറഞ്ഞാൽ ക്ലാവ് എടുത്തിട്ട് ആ സാധനത്തിൻ്റെ അടുത്തേക്ക് പോകാൻ തോന്നില്ല നമുക്ക്. ചെമ്പിൽ പുഴുങ്ങിയാൽ പുളിയുള്ള അമ്പഴങ്ങ ഭയങ്കര സ്വാദില്ലാത്തതാണ്. ചെമ്പിൽ അമ്പഴങ്ങ പുഴുങ്ങി തിന്നാലും ജീവിക്കണം എന്നാണ് മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയും. അപ്പം മനുഷ്യർക്ക് അങ്ങനെ മരിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ മരിക്കുക എന്ന് പറയുന്നത് എന്താ, അത് ഡോക്ടറുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടണം ഒരു ഉത്തരം. പല രോഗികളും പലപ്പോഴും ചോദിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര പേടിയാണ് മരണത്തിനെ. ആക്ച്വലി നമ്മൾ മരണത്തിനെ പേടിക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ വളരെ സിവിയർ സിംറ്റംസ്, ഒന്ന് വേദന വല്ലാതെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശ്വാസം മുട്ടുണ്ടെങ്കിൽ, എനിക്കൊന്ന് വേദനയെക്കാളും മോശമാണ് ശ്വാസം മുട്ട്, സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഞാൻ അവരോട് പറയാൻ എന്താ വെച്ചാൽ, ഇറ്റ് ജസ്റ്റ് ലൈക്ക് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നില്ലേ, ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, അതുപോലെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന പോലെയേ ഉള്ളൂ മരണം, അത്ര തന്നെ ഉള്ളൂ. ബിക്കോസ് നമ്മുടെ കോൺഷ്യസ്നെസ്സൊക്കെ പോവും, അതിനുശേഷം നമ്മളൊന്നും അറിയില്ല. ഒരു വ്യത്യാസം എന്താ വെച്ചാൽ വ്യത്യാസം നമ്മൾ ഉണരുന്നില്ല, അത് മാത്രമാണ് മരണത്തിൽ വ്യത്യാസമുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സമാധാനമാണ്. അല്ല, ശരിക്കും അത് തന്നെയാണ്. നമുക്ക് സിവിയർ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ മരണത്തിന് നമ്മൾ പേടിക്കുക വേണ്ട. ജസ്റ്റ് ലൈക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് പോലെയാണ്, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, മരണം വീട്ടിൽ വെച്ചും ഒക്കെ നടക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് മാറിയിട്ട് ഇന്നിപ്പോൾ മരണത്തിൻ്റെ ആ സ്വാഭാവികത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മളെല്ലാവരും മരണത്തെ കാണുന്നത് തെറാപ്യൂട്ടിക് ഫെയിലിയർ എന്നുള്ള എനിക്കാണ്. ചികിത്സയുടെ അപര്യാപ്തത കാരണമാണ് മരിച്ചത്. അത് കുറേ നമ്മുടെ മോഡേൺ മെഡിസിൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു അബദ്ധമാണ്. എന്തിനും ഏതിനും ചികിത്സ ഉണ്ട്. ഇപ്പോൾ ഡയബറ്റീസ് ആണോ, ഓക്കെ ഇൻസുലിൻ ചെയ്താൽ മതി. ഇൻഫെക്ഷൻ ആണോ, നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ചെയ്താൽ മതി. എന്തെങ്കിലും അങ്ങനെ ഡെഫിഷ്യൻസിൻ്റെ ആ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ മരിക്കേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും മനുഷ്യന് എന്നുള്ള മാതിരി ഒരു മിഥ്യാധാരണ മോഡേൺ മെഡിസിൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാരണം തന്നെ ഒരാൾ മരിക്കുന്നത് ഒട്ടും ശരിയല്ല, അങ്ങനെയാണ് വിചാരിക്കുന്ന ആൾക്കാർ. മരിക്കുക എന്ന് പറഞ്ഞാൽ തെറാപ്യൂട്ടിക് ഫെയിലിയറാണ്. അതാണ് ICU ഇൻഡസ്ട്രീസിനെ ഇത്രയും നന്നാക്കിയത്. കാരണം പരമാവധി നോക്കുക എന്നുള്ള നിലയ്ക്ക്. അതിനു മുമ്പ് തന്നെ നമുക്ക് എന്താ പറയുക, കംഫർട്ട് മെഷേഴ്സിലേക്ക് പോകാൻ പറ്റുന്നതുണ്ട്. അത് സാധ്യമല്ലാത്ത വിധത്തിൽ ഇൻറ്റൻസീവ് കെയർ, ലൈഫ് പ്രൊലോങ്ങിങ്, ലൈഫ് സസ്റ്റൈനിങ് ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള ഇതിലേക്ക് വരാൻ കാരണം ഈ മരണം അസ്വാഭാവികമാണ്, അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞാൽ അതൊരു ചികിത്സയുടെ അപര്യാപ്തതയാണ് എന്നുള്ള ഒരു മിഥ്യാധാരണ വന്നുകൊണ്ടാണ്. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആവശ്യം. വാസ്തവത്തിൽ മരണം എന്നുള്ളതൊരു സ്വാഭാവികമാണ്. നമ്മുടെ മോഡേൺ മെഡിക്കൽ അഡ്വാൻസ്മെൻ്റ് കൊണ്ട് ഒരുപാട് ഡെത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാറുണ്ട്. അതർവൈസ് മരിക്കുമായിരുന്ന ആൾക്കാരെ പലരെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാറുണ്ട്. പക്ഷെ എല്ലാ ഡെത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓർഗൻസൊക്കെ ഫെയിൽ ചെയ്ത് കഴിഞ്ഞു, കാർഡിയക് റിസർവ് മുഴുവൻ പോയി കഴിഞ്ഞു. അത്തരം ഒരവസ്ഥയിൽ സ്വാഭാവികമായിട്ടും രോഗി മരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അത്തരം സമയത്തും ലൈഫ് പ്രൊലോങ്ങിങ്, ലൈഫ് സസ്റ്റൈൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാലോ, അതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് ആ സമയത്ത് നമുക്ക് ആ ഗോൾ ഓഫ് മെഡിസിൻ ഉണ്ടല്ലോ, അതിനൊന്ന് റീഡിഫൈൻ ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് മെഡിസിൻ ഈസ് ടു പ്രിസർവ് ലൈഫ് അറ്റ് എനി കോസ്റ്റ് എന്ന നിലയ്ക്കാണ്. ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് ചികിത്സയുടെ പരമമായ ലക്ഷ്യം. അത് പോസിബിൾ അല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നത്. അത് പോസിബിൾ അല്ല എന്നുള്ള ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ലൈഫ് പ്രൊലോങ്ങിങ്, ലൈഫ് സസ്റ്റൈൻ ട്രീറ്റ്മെൻറ്റ്
ഇമ്പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ തന്നെ കടിച്ചു പോകാണ്ട് വി ഷിഫ്റ്റ് ഗോൾ ഓഫ് മെഡിസിൻ ഫ്രം പ്രിസർവ് ലൈഫ് അറ്റ് എനി കോസ്റ്റ് ടു പ്രൊവൈഡ് കംഫർട്ട് ഇൻ ഡൈയിങ്. അതൊരു ലെജിറ്റിമേറ്റ് ഗോൾ ഓഫ് മെഡിസിൻ ആണ്, പ്രൊവൈഡിങ് കംഫർട്ട് ഇൻ ഡൈയിങ് എന്നുള്ളത്. അതിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണം. ഇപ്പം നമ്മളൊക്കെ ബൈനറിയിലാണ് ആലോചിക്കുന്നത്, ട്രീറ്റ്മെൻറ്റ് ഓർ നോ ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ ഒരു ബൈനറി അല്ല ഉള്ളത് വാസ്തവത്തിൽ. അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അത് ചില സമയത്ത് ലൈഫ് ലോങ് ലൈഫ് സസ്റ്റൈൻ ട്രീറ്റ്മെൻറ്റ് ആവും, ചില സമയത്ത് കംഫർട്ട് കെയർ ആയിരിക്കും. അത് ഏതാ അപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ നമുക്കത് ആ സമയത്ത് അത് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് മരണം അപൂർവമായതുകൊണ്ടാണ് ഇത്ര ചർച്ച പറഞ്ഞത്. മരണം സർവ്വസാധാരണമാകുന്ന ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, വ്യാപകമായ രോഗബാധ ഉണ്ടായിരുന്ന കാലത്ത്. ഉദാഹരണം സ്മോൾ പോക്സ്, പ്ലേഗ്, ഇതിൻ്റെയൊക്കെ ചരിത്രം ഉണ്ടായിരുന്നു. അന്ന് മരണം വിഷയമായിരുന്നില്ല ചർച്ച. കാരണം സ്മോൾ പോക്സ് വ്യാപകമായിരുന്ന കാലത്ത് എൻ്റെ വളരെ കുട്ടിക്കാലത്തെ ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ട്. സ്മോൾ പോക്സ് വരുന്ന 5-ലുള്ള ആൾ മരിക്കും, ഒരാളുടെ കണ്ണ് പോവും. സർവൈവ് ചെയ്യുന്നവരൊക്കെ മസൂരി കലകൾ അവിടെ ബാക്കിയുണ്ടാവും. ചരിത്രം അവരാണ് പറയുക. എല്ലാ നഗരങ്ങളിലും മസൂരി പറമ്പുകളും ഉണ്ടായിരുന്നു. മസൂരി പറമ്പ് ഇപ്പോൾ പേലെ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് പറവട്ടാനിയിൽ, തൃശ്ശൂർ. ഞാൻ കണ്ട ആദ്യത്തെ മരണം എൻ്റെ അമ്മയുടെ അച്ഛൻ്റേതാണ്. പക്ഷേ അതല്ല എൻ്റെ ഉള്ളിൽ നടന്നത്. എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. കഥയല്ല, യഥാർത്ഥ സംഭവം. സ്മോൾ പോക്സ് വ്യാപകമായ കാലത്ത് എൻ്റെ അച്ഛൻ കോഴിക്കോട് നഗരത്തിൽ ആയിരുന്നു കുട്ടിക്കാലം. സ്മോൾ പോക്സ് വ്യാപകമാകുമ്പോൾ സ്മോൾ പോക്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ബ്രിട്ടീഷുകാരുടെ ഭരണമാണല്ലോ, വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഹെൽത്ത് ജീവനക്കാർ വരും, വല്ലാത്ത പ്രത്യേക ഡ്രസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞാൽ സ്മോൾ പോക്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അച്ഛൻ്റെ 14 വയസ്സിലാണ് കൊണ്ടുപോയെന്നാണ് അച്ഛൻ പറഞ്ഞ ചെറിയ ഓർമ്മ. കൃത്യം പ്രായമൊന്നും എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ്റെ കഥ പറഞ്ഞ കഥകളാണ് എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളതാണ്. സ്മോൾ പോക്സ് ഹോസ്പിറ്റലിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ത്രീകളുണ്ടാവും, മറ്റേ ഭാഗത്ത് പുരുഷന്മാരുണ്ടാവും. അവിടെ ദിവസേന മരണങ്ങൾ നടക്കും. അത് മരണം ഒരു വിഷയമല്ല, കാരണം സാധാരണമാണല്ലോ. ഇപ്പം അത്ര സാധാരണമല്ല മരണം. ഇത്തിരി സാധാരണമായത് ആ കോവിഡ് കാലത്ത് മാത്രമേ ഉള്ളൂ. അതും മരിച്ചവരെ കൂടുതൽ 70 വയസ്സിന് മുകളിലുള്ളതുകൊണ്ട് ആളുകൾ അത്ര ശ്രദ്ധിച്ചിരുന്ന അവരൊരു ലയബിലിറ്റി ആണെന്നുള്ള എനിക്ക്. എൻ്റെ അച്ഛൻ സ്മോൾ പോക്സ് ഹോസ്പിറ്റലിൽ കിടക്കുക. അതും സ്മോൾ പോക്സ് ഹോസ്പിറ്റലിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വലിയ കോമ്പൗണ്ട് സ്മോൾ പോക്സ് ഹോസ്പിറ്റൽ, അപ്പുറം സാമൂതിരി ആളുകളെ തൂക്കിക്കൊന്നിരുന്ന കഴുമരം, അതിനപ്പുറം ശ്മശാനവും. അപ്പോൾ 14 വയസ്സുകാരന് ആ സ്മോൾ പോക്സ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് മേല് മുഴുവൻ സ്മോൾ പോക്സിൻ്റെ വ്രണങ്ങളും. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, അച്ഛന് വല്ലാത്തൊരു അസ്വസ്ഥത. എല്ലാവരും പരസ്പരം കാണുമ്പോൾ വലിയ വിഷമമൊന്നുമില്ല, എല്ലാവരും മേലും വ്രണങ്ങൾ തന്നെ. അച്ഛൻ സ്മോൾ പോക്സ് ഹോസ്പിറ്റലിൻ്റെ മതിലിന്മേൽ ഏതോ ഒരു കോണി ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്റ്റെപ്പ് കയറിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ ഒരു ബോഡി കൊണ്ടുപോകുന്നുണ്ട് ശ്മശാനത്തിലേക്ക്. മറ്റാരുടെ ആയിരുന്നില്ല, അച്ഛൻ്റെ അമ്മയുടെ ബോഡി തന്നെയായിരുന്നു. ഈ കാലങ്ങളിൽ ആരും തന്നെ മരണത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരുന്നു, കാരണം മരണം വളരെ സർവ്വസാധാരണമായ കാര്യമായിരുന്നു. ഈ അവസ്ഥ നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? എൻ്റെ കുട്ടിക്കാലത്തെ മരണത്തെക്കുറിച്ചുള്ള ഭീതി അകറ്റിയത് ഈ കഥയാണ്. ഇത്രേ ഉള്ളൂ. സ്വന്തം അമ്മയുടെ ബോഡി കൊണ്ടുപോകുന്നത് സ്മോൾ പോക്സ് ഹോസ്പിറ്റലിലെ ചുമരിനും കോമ്പൗണ്ട് വാളിൻ്റെ പുറത്തുകൂടി നോക്കി നിൽക്കുന്ന ഒരു 14 വയസ്സുകാരനായ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ എന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും തോന്നാഞ്ഞത്. ഏതാണ്ട് ഞാൻ മരിക്കുമെന്ന് ഡോക്ടർ വിചാരിച്ചു, ഞാനും വിചാരിച്ചു, എൻ്റെ ബന്ധുക്കളും വിചാരിച്ചു, പാലിയേറ്റീവ് കെയറിലെ പല സുഹൃത്തുക്കളും ഞാൻ ഈ കോലത്തിൽ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചവർ തന്നെയാണ്. അല്ല, അതിൽ അത്ഭുതമല്ല, ഞാൻ തന്നെ തീരുമാനിച്ച കാര്യമാണ്. പക്ഷെ അതിനുള്ള ധൈര്യം തന്ന ഈ അച്ഛൻ പറഞ്ഞു തന്ന കഥയാണ്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ മോഹം, ഇനി ക്യാൻസർ എപ്പോഴെങ്കിലും ആവർത്തിച്ച് വരാം. എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് എനിക്ക് ശേഷം ക്യാൻസർ വന്നതിൻ്റെ ക്ലാസ്മേറ്റ്സ് ആട്ടാ BSc. ഞങ്ങൾ 22-ാം തീയതി ഇനി വീണ്ടും ഒന്നിച്ച് കൂടുകയാണ്. BSc ഒന്നിച്ച് പിടിച്ചവർ. അതിൽ 2 പേര് ഇപ്പോൾ കോളറക്ടൽ ക്യാൻസറായിട്ട് മരിച്ചു. ലിവർ മെറ്റ്സ് ഒക്കെ വന്നു. 2 പേർക്കും ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാണ്, രണ്ടാമത് റിക്കവർ ചെയ്തതാണ്. അപ്പോൾ എനിക്കിനി ഒരു ആഗ്രഹമുള്ളൂ, കിടന്ന് മരിക്കരുത്, മരിച്ചു കിടക്കണം. മരണം ബോഡി ബേസ്ഡ് ആണ്. മീൻസ് ശരീരത്തിൽ നിന്ന് ഊർജം നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഊർജം റിലീസ് ചെയ്യാണ്.
അത് നമുക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവമാവുന്നു. എങ്ങനെയാണെങ്കിൽ ആ ശരീരം ഉപയുക്തമല്ലാത്ത രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് വരുമ്പോൾ അതിൽ ഏജ് ഒരു പ്രോബ്ലം ആവുന്നില്ല. വയസ്സായിട്ട് മരിക്കുകയാണെങ്കിലും ചെറുപ്പത്തിൽ മരിക്കുകയാണെങ്കിലും ആ ഒരു സംഗതിയിൽ ദുഃഖം എന്നൊരു ഫീല് മരിക്കുന്ന ആൾക്കോ ചുറ്റുമുള്ള ക്ലോസ്, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ അനുജത്തിയുടെ കാര്യം ഒക്കെ ആ ഒരു സംഗതി ഉണ്ടെങ്കിൽ, പക്ഷേ മെജോറിറ്റി നമ്മൾ കണ്ട ഒരു ഇതിൽ കുട്ടിയായിട്ടിരിക്കുമ്പോഴായാലും വയസ്സായിട്ട് മരിക്കുമ്പോഴായാലും ആ ബോഡിക്ക് പ്രത്യേകിച്ച് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ആ ബോഡി മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മരണത്തിൽ ആ മരിക്കുന്ന വ്യക്തിക്ക് അതൊരു ദുഃഖകരമായ അനുഭവമല്ല, അയാളുടെ ക്ലോസായ വ്യക്തികൾക്കും ദുഃഖകരമായ അനുഭവമല്ല. അവർക്ക് ഇൻഡയറക്റ്റ്ലി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ നന്ദി എന്നുള്ളൊരു വാക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു സന്തോഷം, ഹിഡൻ ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. അപ്പോൾ മരണവുമായി അത് പല ആംഗിളിലും നമ്മൾ പെർസീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മരണത്തിന് പലതരത്തിലുള്ള രീതിയിൽ വരുന്നത്. ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ അടുത്ത് ഒരു പയ്യൻ 22 വയസ്സ് ഉള്ള പയ്യനാണ്. ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഹോസ്പിറ്റലിൽ കുറേ ബില്ലൊക്കെ ആയി. നാട്ടുകാരൊക്കെ ദരിദ്രനാണ്. നാട്ടുകാരൊക്കെ കൂടിയിട്ട് പൈസ പിരിച്ചിട്ടാണ് ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചിട്ട്, സ്വന്തം അച്ഛനമ്മയൊക്കെ മുന്നമേ മരിച്ചുപോയി. വയസ്സ് 22 വയസ്സാണ്. പക്ഷേ നോക്കാനായിട്ട് അമ്മയുടെ അനുജത്തിയുടെ വീട്ടിലാണ് കൊണ്ടാക്കിയത്. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ടും ബ്രെയിനിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിക്ക് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്. ബോഡി അനങ്ങുന്നില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ വയസ്സ് 22 ആണെങ്കിലും എല്ലാവരും ആഗ്രഹിച്ചത് ആ കുട്ടി എത്രയും പെട്ടെന്ന് മരിക്കണേ ഈശ്വര എന്നാണ്. കൂടെ നിൽക്കുന്നവരും ഒരുപക്ഷെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരും അത് തന്നെ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ ഏജ് ഒരു വിഷയമായിട്ട് വരുന്നില്ല, ബോഡിയാണ് വിഷയമായിട്ട് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മരണത്തിൽ ദുഃഖം എന്ന ഫീല് വരാനായിട്ട് ബോഡിക്ക് ഈ ലോകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് വരികയാണെങ്കിൽ ആ വ്യക്തി ജീവിച്ചിരിക്കുന്നതിൽ ആ വ്യക്തിക്കും വലിയ ഹാപ്പിനെസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മീൻസ് കൂടെയുള്ള ആളുകൾക്ക് മീൻസ് ഇപ്പം തളർന്ന് കിടക്കുക എന്നുള്ളൊരു വ്യക്തി അങ്ങനെയുള്ളൊരു സംഗതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവരെ നോക്കണ ഇപ്പം ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ മക്കളോ ഈ തളർന്നു കിടക്കുന്ന ആൾ മരിക്കുമ്പോൾ വിഷമവും വേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും അതിനപ്പുറത്തേക്ക് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരത് ഉൾക്കൊള്ളാൻ പാകത്തിന്, അതിനെ ഒരു സന്തോഷകരമായ അനുഭവമായിട്ട് മാറ്റാൻ പാകത്തിന് അവരുടെ മനസ്സ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് വളർന്നിട്ടുണ്ടാവും. ഇതിന് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ വേറൊരു മരണത്തിൻ്റെ കാര്യം പറയാം. ഞാൻ എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്മച്ചി മരിച്ചു. 90 വയസ്സുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വിവാഹ വീട് പോലെയാണ് എനിക്ക് ഫീൽ ആയത്. കാരണം ഇവിടെ മീൻസ് ആ ബോഡിയോട് മിനിമം ഒരു മര്യാദ പോലും ജനം കാണിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം തോന്നി. മരിച്ചതിലല്ല സങ്കടം വന്നത്. മീൻസ് ഒരാൾ മരിച്ചു കിടക്കുന്നു, ആ തൊട്ടപ്പുറത്ത് അവരുടെ ബന്ധുക്കളും മറ്റുള്ളവരും ഇരുന്ന് ഈ അമ്മമ്മ അവിടെ നടുവിലിങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ മരണം ഒരിക്കലും ഒരു ദുഃഖകരമായ ഫീലായിട്ട് എനിക്ക് തോന്നിയില്ല. അവരിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പുറത്ത് അവിടെ വട്ടം കൂടിയിരുന്ന് ബന്ധുക്കൾ കഥ പറയലും വർത്തമാനം പറയലും, അവരുടെ കുറേ നാളുകൾ കൂടിയിട്ട് കാണുന്നവരാണ് അവരൊക്കെ. അപ്പോൾ അതിൻ്റേതായ വിശേഷങ്ങളും ഇതുകളും പങ്കുവയ്ക്കുന്ന ഒരു രീതിയായിട്ട് കണ്ടു. അപ്പോൾ മരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അത്രയും ഭയാനകമായതോ ദുഃഖം വല്ലാത്ത ദുഃഖം ഉണ്ടാക്കുന്നതായിട്ടുള്ള അനുഭവം മാത്രമല്ല, അതിനപ്പുറത്തേക്കും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. താങ്ക് യു. വിദേശത്ത് സായിപ്പന്മാരിൽ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്, ഇന്നതൊക്കെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞത്. അതായത് ഓട്ടോണമി, അവർക്ക് ഓട്ടോണമി വലിയ കാര്യമാണ്. അവസാന ശ്വാസം വരെയും തൻ്റെ എന്താ പറയുക കൺട്രോളിൽ ആയിരിക്കണം കാര്യങ്ങളൊക്കെ എന്നുള്ളത്. പിന്നൊന്ന് സഫറിങ് പാടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അതെ, സഫറിങ് അധികം വേദന ഇല്ലാണ്ട് മരിക്കണം, അധികം കാലം കിടക്കാണ്ട് മരിക്കണം,
സ്വന്തക്കാരെടുത്തുണ്ടാവണം. അതാണ് നമ്മളിവിടെ ഒരു സർവേ നടത്തി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തിൽ ഗുഡ് ഡെത്ത് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട്. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാട് എന്താണ്? വലിയ ഓട്ടോണമി ഒന്നും വലിയ കാര്യമായിട്ട് പറഞ്ഞില്ല. പക്ഷേ ദീർഘകാലം കിടക്കരുത്, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവണം. പിന്നൊന്ന് സ്വന്തക്കാരൊക്കെ അടുത്തുണ്ടാവണം എന്നാണ്. ചിലവിടെ റൊമാൻറ്റിക്കായിട്ടൊക്കെ പറഞ്ഞു, ചേട്ടൻ്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിവേ സ്വന്തക്കാരടുത്തുണ്ടാവണം എന്നുള്ളതാണ് എല്ലാവരെയും ആഗ്രഹം. അതിൽ ICU മരണം ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഒരു മരണത്തെ നല്ലതാക്കാൻ കഴിയുന്നത്. അതിൽ എന്തൊക്കെയാണ് ടീച്ചർക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുള്ളത്? സഫറിങ്സ് പാടില്ല എന്ന് പറയുന്നതിന് കുറേയധികം ഇപ്പോൾ ഡോക്ടേഴ്സിനെ പാലിയേറ്റീവ് കെയർ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവരും കുടുംബവും തമ്മിലുള്ള ബന്ധം അത് വളരെ പ്രധാനമാണ്. ഒരു കുടുംബത്തിന് അറിയണം പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടെന്നും രോഗിയുടെ പിന്നെ എന്താ പറയുക കഷ്ടപ്പാടുകളെ കുറയ്ക്കാൻ പറ്റുന്നു, വേദന ഇല്ലാതാക്കാൻ പറ്റുന്നൊക്കെ. പക്ഷേ നമുക്ക് പര്യാപ്തമായ അത്ര പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഒരു പാലിയേറ്റീവ് സെൻറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം അതിനെയൊക്കെ കണക്ട് ചെയ്യാമല്ലോ, പലരുമായിട്ട് ആശാ വർക്കേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുക. പിന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ ചോയ്സ്, എൻ്റെ ചോയ്സ്, എനിക്ക് ICUവിൽ മരിക്കണ്ട, എനിക്ക് വീട്ടിൽ എൻ്റെ കിടക്കയിൽ കിടന്ന് മരിച്ചാൽ മതി എന്നുള്ളത് എടുക്കാൻ കുടുംബക്കാരെ സമ്മതിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരപ്പം തന്നെ വലിച്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടുന്നതിന് പകരം മറ്റു വഴികളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കും തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ മരണാസന്നം അല്ല എങ്കിൽ പോലും നമ്മൾ നിസ്സഹായരായി പോകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞാലും അവർ കേൾക്കില്ല, കുട്ടികൾ അതുപോലെ കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിലൊരു സാക്ഷരത വീടുകൾക്ക് വ്യക്തികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സാക്ഷരത വളരെ അത്യാവശ്യമാണ്. 2 ഹോസ്പിറ്റലുകളില്ലാതെ, ഡോക്ടർമാരില്ലാതെ, മെഡിസിൻ ഇല്ലാതെ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിലുണ്ടാകേണ്ട ഈ മാനുഷിക വശം, അത് ഓരോ ഹോസ്പിറ്റലിൻ്റെയും ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു കാലത്ത് എത്രമാത്രം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത് വളരെ വളരെ വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. മരുന്നുകൾ, അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ, അനാവശ്യമായിട്ടുള്ള പരിശോധനകൾ, അനാവശ്യമായിട്ടുള്ള ICU, അനാവശ്യമായിട്ടുള്ള ഓപ്പറേഷൻസ്, അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ, ഇതൊക്കെ ഉള്ളത്, ഇതൊക്കെ ആവശ്യമാണോ എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന കുറേ ധാർമ്മിക ബോധമുള്ള ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കൂട്ടായ്മകൾ ഉണ്ടായാൽ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ലതാണ്, അത് ഉണ്ടാവണം. ഹോസ്പിറ്റലുകൾക്ക് പണത്തിൻ്റെ വിഷയമാണത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നടത്തി കൊണ്ടുപോകണമെങ്കിൽ വലിയ ചിലവാണ്, നമുക്ക് സംശയമൊന്നുമില്ല, അതിൽ വലിയ ചിലവാണ്. അതിനനുസരിച്ച് അവർക്ക് വലിയ സമ്പാദ്യം ഉണ്ടാക്കിയേ പറ്റുള്ളൂ, വലിയ ഒരു വരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇങ്ങനെ പെരുകി വരുന്ന ഒരു സംവിധാനത്തിന് പകരം, ഞാൻ ഈ പറയുന്നത് എത്ര കണ്ട് അലോപ്പതി ഡോക്ടേഴ്സ് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, ആരോഗ്യ ജീവിതം ഉണ്ടാക്കുക എന്നുള്ളത്. ആരോഗ്യ ജീവിതം ഉണ്ടാക്കുന്നതിൽ മറ്റ് ശാഖകളെ കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റ് ചികിത്സാ ശാഖകളുണ്ട്, ആയുർവേദം, ഹോമിയോപ്പതി, അങ്ങനത്തെ. അതിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നതിന് പകരം അതിനെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ കൊല്ലവും കോട്ടക്കൽ ചികിത്സയ്ക്ക് പോകുന്ന ഒരാളാണ്. ഒരു 10-14 കൊല്ലമായിട്ട് ഞാനിത് മുടക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സിവിയറായിട്ടുള്ള ഈ സ്പോണ്ടിലൈസിൻ്റെ അസുഖം വന്നിട്ട് തല ചുറ്റി എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ പേടിച്ച് പോയി, ഇനി എനിക്ക് ജീവിതമില്ല, ഞാൻ മരിച്ചു പോകുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അപ്പം ഞാൻ MT വാസുദേവൻ നേരെ വിളിച്ചു. അപ്പോൾ MT പറഞ്ഞു, നേരെ കോട്ടക്കലേക്ക് പൊക്കോ, ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടക്കൽ പോയി. അന്ന് PK വാര്യരുള്ള സമയമാണ്. PK വാര്യരെ എന്നെ കണ്ട വശം പറഞ്ഞു, തലയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, ഇവിടുന്ന് പോകുമ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ ഇവിടെ വെച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്തൊക്കെ ഇവിടെ വെച്ചിട്ട് വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ PK വാര്യരെ 21 ദിവസം എനിക്ക് ചികിത്സ അവിടെ തന്നു. 8 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ തലച്ചുറ്റൽ മാറി. ഇത് ഇവിടുത്തെ നീർക്കെട്ടൊക്കെ പോയി എന്നർത്ഥം. ഭയങ്കരമായിട്ട് നീർക്കെട്ടിയിട്ടാണ് ഈ തലച്ചുറ്റൽ വന്നത്. അപ്പം മരണത്തിലേക്കുള്ള യാത്രയിൽ ജീവിതത്തെ എങ്ങനെ നമ്മൾ എന്താ പറയുക
ഏകപക്ഷീയമായിട്ട് കാണാതിരിക്കണം എന്നുള്ള ഒരു ഏകപക്ഷീയം എന്ന് പറഞ്ഞാൽ ഒരേ ഇതിൻ്റെ ഭാഗമല്ലാതെ മാത്രം കാണാതിരിക്കണം. അപ്പോൾ അതൊരു എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മനുഷ്യനെ കാണൽ എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ വേറൊന്നും ഇപ്പോഴത്തെ ചികിത്സാ രീതിയിൽ ഇപ്പം ഏതെങ്കിലും ഒരു അവയവത്തിനെ മാത്രമല്ലേ നോക്കുള്ളൂ, ഒരവയവത്തിനെ മാത്രമേ നോക്കുള്ളൂ, മറ്റേ അവയവം കൊടുക്കും. അതാണ് എൻ്റെ ഒരു അവയവത്തിന് കേടുണ്ട്, മറ്റേ അവയവം കാരണമാണ് ഈ അവയവത്തിന് കേടെന്നുള്ളത് പറയേയില്ല. എൻ്റെ നോക്കേണ്ടത് ഈ അവയവം മാത്രമാണ്, അതിനെ മാത്രമേ ഞാൻ നോക്കുള്ളൂ. ആ ഒരു രീതി അതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. ചികിത്സയിലെ അത്തരത്തിലുള്ളൊരു സംഗതികളും കൂടി നമുക്ക് സമാധാനം ഇല്ലാണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ആ രീതിയിൽ ഹോസ്പിറ്റലും ഡോക്ടേഴ്സും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും കുടുംബവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സാക്ഷരത ആവശ്യമാണ്. ടീച്ചറിനെ പങ്കുവച്ച ഒരു ആശങ്ക വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. വയ്യാണ്ടായി കിടപ്പിലായി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്ത ചികിത്സകളിലൊക്കെ നമ്മൾ എത്തിപ്പെടുക എന്നുള്ള ഒരു ദുര്യോഗം, അത് നമുക്കിപ്പോൾ മാറ്റാനുള്ളൊരു വഴിയുണ്ട്. ലിവിങ് വിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ടീച്ചർ കേട്ടില്ല? ലിവിങ് വില്ല് അത് 2 ഗുണമാണ്. ഒന്ന്, നമുക്ക് കൃത്യമായിട്ട് എഴുതി വയ്ക്കാം, ഇന്ന കണ്ടീഷനിൽ എന്നെ അങ്ങനെ വെന്റിലേറ്ററിൽ കയറ്റാൻ പാടില്ല, ICU പാടില്ല, വേണമെങ്കിൽ IV ഫ്ലൂയിഡ്സ് പാടില്ല എന്ന് എന്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എനിക്ക് വേണ്ടി കംഫർട്ട് കെയർ മാത്രമാണ്, വേദന തീർത്തും ഇല്ലാതാക്കണം, ശ്വാസം മുട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാണ് വേണ്ടതെന്ന് നമുക്ക് എഴുതി വയ്ക്കുന്നതാണ് ലിവിങ് വിൽ എന്നുള്ളത്. വേറൊന്ന് ഒരുപക്ഷെ ഈ ലിവിങ് വില്ലിൻ്റെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നുള്ളതാണ്, മക്കളായിട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ ഈ ലിവിങ് വില്ലിനേക്കാൾ പ്രധാനമാണ് ഇത് മക്കളുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളത്, അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ആഗ്രഹം ഇന്നതാണ് എന്നുള്ളത്. അത് ചെയ്തില്ലെങ്കിൽ ഈ ലിവിങ്ങിലോടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അമ്മ അങ്ങനെ പറയും, അതൊന്നും നമ്മൾ നോക്കണ്ട. എന്റെ മതപരമായ ചടങ്ങുകളൊന്നും ഇല്ലാതെ സംസ്കരിക്കണം എന്നുള്ള ഒരു സംഗതി പറഞ്ഞാലേ ലാസ്റ്റ് മിനിറ്റിൽ മതം കയറി വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അതൊക്കെയാണ്. അതിനേക്കാൾ കൂടുതൽ ഇത് എഴുതി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇവരുടെ ഇതൊക്കെ ചർച്ച ചെയ്യുന്നുള്ളതാണ്. ഡെത്ത് ഒരു ചർച്ചാ വിഷയമാവും വീട്ടിൽ നിന്നുള്ള വലിയൊരു ഗുണമുണ്ട്. അപ്പോൾ അത് ആ ഒരു ഗുണം കൂടെ ഉണ്ട്. അത് ശരിയാ. അത് പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല. വീട്ടുകാർ അമ്മ ഒന്നും മിണ്ടാതിരുന്നതെന്ന് പറയും. എന്തെങ്കിലും മരിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ ഇതാ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നതെന്ന് പറയും. അത് മാറ്റിയെടുക്കണം, മിണ്ടണം. അതായത് നമ്മൾ മരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്, അത് പിള്ളേരും അംഗീകരിക്കണം. അപ്പോൾ പിള്ളേർക്ക് നമ്മുടെ വയ്യായെ പറ്റിയിട്ട് ആരോഗ്യാവസ്ഥയെ പറ്റിയിട്ട് മരിക്കാറാവുന്നു എന്നുള്ളതിനെ പറ്റി ഏജിങ് അതൊക്കെ അവർ അംഗീകരിക്കണം. അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് നമ്മളിപ്പോൾ ഒരു വില്ല് എഴുതി വെച്ചാലും ആ വില്ലിനെ കുറിച്ച് സംസാരിക്കാൻ പ്രാപ്താക്കുക എന്നുള്ളതാണ് ആ കുടുംബത്തിന്. ഓരോ കുടുംബത്തിനെയും അതിന് പ്രാപ്താക്കുക. ടിബറ്റൻ ബുക്ക് ഓഫ് ലിവിങ് ആൻഡ് ഡൈയിങ് എന്നാണ് സോഗ്യാർ റിംപോച്ചിൻ്റെ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദ വേ യു ലിവ് ഡിറ്റർമിൻ ദ വേ യു ഡൈ. അത് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതിനെ തീരുമാനിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ അമാസ് ചെയ്യാൻ നോക്കുന്നു, എത്രത്തോളം പിടിച്ചു പറ്റാൻ നോക്കുന്നു, എത്രത്തോളം സ്വന്തമാക്കാൻ നോക്കുന്നു, എത്രത്തോളം നമ്മൾ നരകിക്കുകയും ചെയ്യും മരണസമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ആർത്തി അതൊക്കെ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പൊളിറ്റിക്കൽ ഇതും കൂടെ ഉണ്ട് വാസ്തവത്തിൽ, അല്ലേ? ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇതാണ്. താൻ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ സാധനം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമല്ല, ഞാനിതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള ഒരു എളിമ അതൊക്കെ ഉണ്ടാകുമ്പോൾ വാസ്തവത്തിൽ ഇവിടുന്ന് പോകൽ അത്ര വലിയൊരു കാര്യമില്ല. കാരണം ഞാനിതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ള ആ ഒരു മനോഭാവം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് അമാസ് ചെയ്യേണ്ട ഒരു സാധനമല്ല, പിടിച്ചു പറിക്കേണ്ട സാധനമല്ല എന്നുള്ള ആ ഒരു പറ്റിയ കൂടുതൽ ആലോചിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേകിച്ചും മാൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രപഞ്ച വീക്ഷണം അതാണ് നമ്മൾ തുടർന്നു പോരുന്നത്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ നമ്മുടെ ചിന്തകൾക്ക് കുറേയധികം പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു സങ്കല്പത്തിലെന്ന് വെച്ചാൽ അങ്ങനൊരു ഇന്ത്യ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് എല്ലാം പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ മനുഷ്യന് വേണ്ടിയിട്ടാണെന്നും മനുഷ്യൻ അതിൻ്റെ
ഏതറ്റം വരെയും ചൂഷണം കറന്നെടുക്കാൻ പ്രാപ്തനാണെന്നും കറന്നെടുക്കണം എന്നും അങ്ങനെ മനുഷ്യൻ നിലനിൽക്കണം എന്നും മറ്റുള്ളതൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം മാത്രമാണെന്നുള്ള ഒരു ചിന്ത, തെറ്റായൊരു ചിന്തയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ആധുനിക മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മരത്തിനെ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ വേദനിപ്പിക്കുമ്പോൾ ഒക്കെ മനുഷ്യന് വേദനിക്കേണ്ടതായിരുന്നു. ആ ഒരു വേദന നമുക്കില്ല. നമുക്കറിയാം ഇത്രയധികം പാറമടകൾ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയധികം മനസമാധാനക്കേട് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ എത്രമാത്രം നമ്മൾ നശിപ്പിക്കുന്നുണ്ടോ അത്രമാത്രം അസമാധാനവും ആർത്തിയും പിന്നെ ദുഃഖവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് പക്ഷെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരോടാ പറയുക? അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രാഷ്ട്രീയക്കാർക്ക് അത് മനസ്സിലാവില്ല. മനസ്സിലായാലും അവരത് അവരുടെ പലതരത്തിലുള്ള വികസനം അങ്ങനെ ഇവരൊക്കെ പറഞ്ഞ കാഴ്ചപ്പാടിലാണ് താഴെയും. ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു സ്ത്രീയും അവരുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മരവും തമ്മിലുള്ള അഗാധമായിട്ടുള്ള സാഹോദര്യത്തെ പറ്റിയിട്ട് എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക? പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അഗാധമായിട്ടുള്ള ബന്ധം, അത് മുറിഞ്ഞുപോയി. മനുഷ്യരതിനെ മുറിച്ചു കളഞ്ഞു. അപ്പോൾ ഇന്നും നമ്മൾ കാണുന്നത് പോലെയുള്ള ഏറ്റവും യുദ്ധവും സമാധാനക്കേടുകളും ആർത്തിയും വാശിയും ദുരന്തവും ഒക്കെയാണ് ഇപ്പോൾ ഒന്ന് പിന്നെ എന്താ പറയുക, കുട്ടികളുടെ മുമ്പിലുള്ള മാതൃക എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ മുമ്പിൽ നീ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, നീയും ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് ജൈവ വസ്തുക്കളും ചരാചരങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള പാഠം നമുക്ക് കൊടുക്കാനേ കഴിയുന്നില്ല. അത് പ്രത്യേകിച്ച് പുതിയ സിലബസിലൊന്നും അത് വരുന്നില്ല. പഠിക്കുന്ന സിലബസുകളിലൊന്നും അത് വരുന്നില്ല. പഠിക്കുമ്പോൾ ഒരു കുട്ടി പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം അവൻ മാത്രമല്ല, മനുഷ്യൻ മാത്രമല്ല ഈ ലോകത്തിലുള്ളത്, ജീവനുള്ള മറ്റനേകം സംഗതികളുണ്ട്. അതൊക്കെയായിട്ട് കണ്ണി ചേർന്ന് നിൽക്കുന്നതിനെയാണ് ജീവിതം എന്ന് പറയുന്നതെന്നാണ്. അങ്ങനെ പറയുമ്പോഴാണ് ഡോക്ടർ പറഞ്ഞോണം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് ലയിക്കാൻ നമുക്ക് ഭയമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക. നമ്മളിതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു നമ്മുടെ ഭാരതീയ മിത്തോളജി പ്രകാരം പറയുകയാണെങ്കിൽ പരമാത്മാവും ജീവാത്മാവും എന്ന് പറയുന്ന ഒരു ബന്ധം. പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ഈ ഭൂമിയിലെ ചേതനവും അചേതനവുമായ എല്ലാറ്റിൻ്റെയും പരസ്പര ആശ്രിതത്വത്തിൽ നിന്നാണ് അത് നിലനിൽക്കുന്നത്. അതേസമയം ദിവാരൻ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, ടീച്ചർ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ആ യൂണിക്നെസ്, മൗലികത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഈ കടൽ തീരത്തെ ഏറ്റവും ഒരു മണൽത്തരിക്ക് പോലും ഈ മൗലികതയുണ്ട്. പക്ഷേ ആ മൗലികത ഉണ്ടാകുമ്പോൾ തന്നെ ഇവർക്ക് പരസ്പരം തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്, പരസ്പര ആശ്രിതത്വങ്ങളുണ്ട്. ഈ ആശ്രിതത്വത്തെ മനസ്സിലാക്കുന്നതാണ്, അതായത് ചേതനവും അചേതനവുമായ ഒരു യൂണിവേഴ്സൽ നിയമം ഉണ്ട് ശരിക്കും. അത് അജൈവമണ്ഡലത്തിനെ നിയന്ത്രിക്കുന്നതായ ജൈവമണ്ഡലത്തിനെ നിയന്ത്രിക്കുന്നതായ അജൈവമണ്ഡലത്തിൻ്റെ ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ നമ്മൾ തെറ്റിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഭൂമിയുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അത് ഈ രാഷ്ട്രീയക്കാരോട് പറഞ്ഞ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാവില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 500 കൊല്ലത്തെ കൊളോണിയലിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ബൈബിൾ ഒരു കയ്യിൽ വയ്ക്കുക, പിന്നെ തോക്കും വെടിമരുന്നും മറ്റേ കയ്യിൽ വെച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയും അല്ലെങ്കിൽ ഇതും കൊണ്ട് നടന്നിരുന്നത്. ഞാൻ ഇന്ന് പോലും അതിനെ പറ്റിയിട്ട് വായിച്ചു വന്നിട്ടുള്ള ആളാണ്, വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ പറ്റിയിട്ട്. അത് ഏത് മതമായാലും, ഇപ്പോൾ ഹിന്ദു മതമായാലും മറ്റേത് മതമായാലും ഒക്കെ അങ്ങനെ തന്നെ. സംഘടിത മതങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ഈ സംഘടിത മതങ്ങൾ ഉള്ളിടത്തോളം കാലം മനുഷ്യന് ഈ ജൈവികവും അജൈവികവുമായ ചേതനവും അചേതനവുമായ അതിൻ്റെ ബന്ധത്തെ, അതിൻ്റെ പരസ്പര ആശ്രിതത്തിൻ്റെ അതിൻ്റെ ഡയലോഗുണ്ട്, ഒരു സംവാദം നടക്കുന്നുണ്ട്. ഈ സംവാദത്തെ ഇല്ലാതാക്കലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സംവാദം ഉണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ശരിക്കും നമ്മളെ കോളേജിലെ കുട്ടികളെ, സ്കൂളിലെ കുട്ടികളെ ഇത് ബോധ്യപ്പെടുത്തണം. തെരുവിലെ ആൾക്കാരെയും ബോധ്യപ്പെടുത്തണം. ഈ ഒരു മനസ്സ് കുട്ടികളിലേക്ക്, ഈ ഒരു തലച്ചോറിലുണ്ട്. ദിവാരനൊക്കെ പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുക? കുട്ടികളിലൂടെ ഇത് രക്ഷപ്പെടുള്ളൂ. അതും ടീച്ചർ തന്നെ കളിയാക്കും, അതും പെൺകുട്ടികളിലൂടെ അത് രക്ഷപ്പെടുള്ളൂ. അതിനെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃത്വം എന്നുള്ളത് ലോകത്തിന് നഷ്ടപ്പെട്ടു. മാതൃത്വം എന്ന് പറയുന്നത് ഒരു ലിംഗത്തിനെ ബാധിക്കുന്നതല്ല, ഒരു ലിംഗമല്ല. മാതൃത്വം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ടാവേണ്ട ഒരു സംഗതിയാണത്. മനോഭാവം നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് ശരിക്കും. ആ മാതൃത്വത്തിനെ വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് അത് പെൺകുട്ടികളോട്, ഞാൻ പെൺകുട്ടികളെന്ന് വീണ്ടും പറയണതെന്ന് വെച്ചാൽ ഈ മാതൃത്വത്തിൻ്റെ ആൾക്കാർ
അവരിലൂടെയാണ് ശരിക്കും ഭൂമി നിലനിൽക്കാൻ പറ്റും. ഈ വളരെ ലളിതമായ സത്യമാണ് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാകാത്തത്. രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവില്ല, ഒരാൾക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവില്ല. ഇത് വളർത്തിയെടുത്താൽ മാത്രമേ നമ്മൾ മരണം എന്നുള്ളത് വളരെ ഡെത്ത് കഫേ എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്, മരിക്കുക എന്നുള്ളൊരു സുഖമുള്ള കാര്യമാണ് എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള മരണം വളരെ ആഹ്ലാദകരമാണെന്നുള്ളതാണ്. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ശാരീരിക വേദന പോലും മരണത്തിനില്ല. നമ്മളാരെങ്കിലും ഈ മരണം രജിസ്റ്റർ ചെയ്യാനായിട്ട് പഞ്ചായത്തിൽ പോയിട്ടുണ്ടോ? വളരെ രസകരമായ ക്വസ്റ്റ്യൻസാണ് അതിലുള്ളത്. മരണത്തിൻ്റെ കാരണം കൃത്യമായി രേഖപ്പെടുത്തണം. വാർദ്ധക്യ സഹജമായ ഒരു മരണം ഇല്ല അവിടെ. അതിന് കൃത്യമായിട്ടൊരു രോഗം വേണം. ഓണം വരാനൊരു മൂലം വേണം എന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് മരണത്തിനൊരു കാരണം വേണം. ഇനി ഇന്നത്തെ കാലത്ത് മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈന്ദവ ആചാരം അനുസരിച്ച് ഇപ്പോൾ എല്ലാവരും ഒരാളും വീട്ടിൽ സംസ്കാരമില്ല എന്ന് തന്നെ പറയും. ഒന്നുകിൽ പാമ്പാടിക്ക് പോയി, അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും അതാത് പഞ്ചായത്തുകളിലെ ക്രിമറ്റോറിയം, ഗവൺമെൻറ് ഉത്തരവനുസരിച്ച് എല്ലാ പഞ്ചായത്തിലും ക്രിമറ്റോറിയം ഉണ്ട്, അവിടെ പോയി ദഹിപ്പിക്കുകയാണ്. ഇവിടെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ മരണം ആരാണ് സർട്ടിഫൈ ചെയ്തത്? വലിയൊരു ചോദ്യമാണ്. വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് സർട്ടിഫൈ ചെയ്തിരിക്കണം നിർബന്ധമായും. എനിക്ക് തോന്നുന്നു കൗൺസിലർക്ക്, പക്ഷേ അല്ലെ കൗൺസിലർമാർ ഇതിന് തയ്യാറല്ല. മരണം അത് ബെന്യാമിൻ്റെ പുഴമേനകളെ കൊല്ലുന്ന വിധം എന്ന് പറഞ്ഞ നോവലിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ബെന്യാമിൻ എഴുതി വെച്ചൊരു ഇതുണ്ട്. ഒരു മരണം, തൊട്ടടുത്ത വീട്ടിൽ ഒരു മരണം, അയാൾ വില്ലേജ് ഓഫീസറായിട്ടുള്ളൊരു ക്യാരക്ടർ. ഒരച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ അമ്മ ഓടി വരുന്നു, ചെല്ലുന്നു. അയാൾ ഈ വില്ലേജ് ഓഫീസറായ മകനല്ല, അയൽ വീട്ടിൽ താമസിക്കുന്ന ആൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോർച്ചറിയിലെ മക്കൾ വരുന്നവരെ മോർച്ചറിയിലാക്കി തിരിച്ചു വരുമ്പോഴാണ് അയാൾക്ക് സംശയം ഇയാൾ മരിച്ചിരുന്നു എന്നുള്ളത്. ഇത് തന്നെയാണ് മരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്ന കൗൺസിലറുടെയും പഞ്ചായത്ത് മെമ്പറുടെയൊക്കെ മാനസികാവസ്ഥ. അപ്പോൾ അവർ കയ്യൊഴിയും. ഞാനായിട്ടിത് പറയണ്ട, ഇനി എവിടെയെങ്കിലും ജീവൻ്റെ ഒരു അംശം കിടന്നിരുന്നെങ്കിൽ അത് ക്രിമറ്റോറിയത്തിൽ ദഹിപ്പിച്ച് തീരണ്ടല്ലോ, ഒരു ഡോക്ടറെ വിളിച്ചോളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച് ഡോക്ടർ ഹോസ്പിറ്റലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മരിക്കാറാവുന്ന നേരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. വീട്ടിൽ അവസാന ശ്വാസം വലിക്കുന്ന നേരത്ത് എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു കാരണം ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. മരണം സർട്ടിഫൈ ചെയ്യാൻ ഡോക്ടർ ആവശ്യമില്ല. അത് നമ്മളുടെ നിയമപ്രകാരം അങ്ങനെ തന്നെയാണ്. മരണം ഏതൊരു ആൾക്കും നോക്കിയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ശ്വാസം കഴിക്കുന്നുണ്ടോ നോക്കുക, പൾസ് കിട്ടുന്നുണ്ടോ നോക്കുക, വേണമെങ്കിൽ പ്യൂപ്പിൾ നോക്കുക, അത് റിയാക്ട് ചെയ്യുന്നുണ്ടോ ലൈഫിന്. ഇത്രയും ഇല്ലയെന്ന് വിചാരിച്ചാൽ മരിച്ചു എന്ന് തന്നെയാണ് പറയുക. ഇതിന് ഡോക്ടറുടെ ആവശ്യമില്ല, ഇതാർക്കും ചെയ്യാം. അത് കൗൺസിലറെ അറിയിക്കട്ടെ. കൗൺസിലർ ഈ മരണം സർട്ടിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പെർട്ട് എന്നുള്ള നിലയ്ക്കല്ല, ആ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് അയാളെ നമ്മൾ അറിയിക്കേണ്ടത്. ഇത്രയും അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി എന്ത് അസുഖമാണ്. ആൾക്ക് ശ്വാസം മുട്ടായിരുന്നു വെച്ചാൽ ശ്വാസം മുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അതല്ല വാർദ്ധക്യ സഹജമായ അസുഖമായിരുന്നു പറഞ്ഞാൽ വാർദ്ധക്യ സഹജമായിട്ട് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കാറുണ്ട്. എയ്റ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഓൾഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാറുണ്ട്. അല്ലാണ്ട് മരണത്തിന് ഒരു എന്താ പറയുക കൃത്യമായിട്ടൊരു ഡയഗ്നോസ് വേണമെന്നുള്ളത് അതിന് വലിയ അവസ്ഥയില്ല ശരിക്കും. പണ്ട് ഞാനൊക്കെ ഹൗസ് ഏജ് സമയത്ത് എൻ്റെയൊക്കെ ബോസുമാർ പറയും, അന്ന് എഴുതണ്ട കേട്ടോ, കാർഡിയോ പൾമോണറി അറസ്റ്റ് എന്ന് എഴുതിയാൽ മതി എന്ന് പറയും. എന്ത് മണ്ടത്തിൽ ആലോചിച്ച് നോക്കൂ, കാർഡിയോ പൾമോണറി അറസ്റ്റ് ഇല്ലാണ്ട് ഇത് മരണമാണുള്ളത്. മരണത്തിൻ്റെ കാരണം അതല്ല, മരണത്തിന് എന്ത് അസുഖമായിരുന്നു എന്നാണ്. എൻ്റെ യൂണിറ്റ് ചീഫുമാരൊക്കെ ഉപദേശം തരുന്നതാണത്. മണ്ടത്തരം എഴുതി വെച്ചുള്ളതല്ലേ, കാർഡിയോ പൾമോണറി അറസ്റ്റ് എഴുതിയാൽ മതി. ഇത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ പോയി ഇപ്പോൾ നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ മരണത്തിന് ഇങ്ങനെ എന്താണ് അത് കൊറോണറി ആർട്ടറി ഡിസീസെന്നോ അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് അറിയെങ്കിൽ എഴുതാം. അതറിയില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയാണെന്ന് വിചാരിച്ചാൽ ഡോക്ടർക്ക് പറയാനൊരു കാര്യമുണ്ട്. ഡോക്ടർക്ക് ഒരു ഡെത്ത് സർട്ടിഫൈ ആണെങ്കിൽ അയാളുടെ ബ്രെയിൻ സ്റ്റം ആക്ടിവിറ്റി നോക്കണം. അതിന് കലോറി ടെസ്റ്റ് എന്ന സാധനങ്ങൾ വേണം. കുറച്ച് ചിലവുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ വന്ന് സർട്ടിഫൈ ചെയ്ത് തരാം. അപ്പോൾ പണ്ട് നമ്മളുടെ വീടൊക്കെ, എൻ്റെ വീട് ചെറിയ ഓല മേഞ്ഞ വലിയൊരു വീടാണ്, മണ്ണ് കൊണ്ടാണ്. പക്ഷെ അതിന് ആ ഒരു ഇരുട്ടുമുറിയാണ് അവിടെ, എല്ലാം ഇരുട്ടുമുറിയാണ്, ഇതൊന്നുമില്ലല്ലോ, കമ്പറാന്തര എന്ന് പറയുന്നത്, അങ്ങനത്തെ വിളക്കാണ്.
വീട്ടിൽ നിന്ന് എപ്പോഴും നല്ല ഈ പച്ചമരുന്നിൻ്റെ മണ്ണാണ് വരിക. അപ്പോൾ അവിടെ പിന്നെ അന്ന് കാലത്ത് ഡോക്ടർ LMB എന്നതിന് പറയുക. ഇപ്പോൾ LMB എന്ന് പറഞ്ഞവർക്ക് അറിയില്ല. ആ ഒരു ഡോക്ടറാണ് ചിലപ്പോൾ ഒരു എത്ര ദൂരത്തുണ്ടാവുക, കിട്ടിയാൽ കിട്ടി, പറയാൻ പറ്റില്ല. അപ്പം ഈ വൈദ്യരെ കൊണ്ടാണ് ഈ കിടപ്പിലായ വ്യക്തിക്ക് എല്ലാം ചെയ്യുന്നത്. അപ്പം എൻ്റെ അമ്മയുടെ മുത്തശ്ശൻ, എനിക്ക് വയസ്സ് അന്ന് 6 വയസ്സൊക്കെയാണെങ്കിൽ അതെന്നാണ് ഞാൻ കളക്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ അവിടെ ചുമരുമ്പിൽ മൺചുമരാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തോണ്ടി എടുത്തിട്ട് അവിടെ ഒരു കുപ്പി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുപ്പിയിൽ എന്താ എൻ്റെ മനസ്സിൽ അന്ന് തോന്നാൻ തുടങ്ങിയതാണ്, അത് പിന്നീട് എനിക്ക് മനസ്സിലായത് ഗംഗയിലത്തെ ജലമാണെന്നുള്ളത്. മരിക്കാൻ കിടക്കുമ്പോൾ ആ ജലം കൊടുക്കത്രേ, അങ്ങനെ പറഞ്ഞ് കേൾക്കാം. അപ്പം ഞാൻ പിന്നീട് ആലോചിച്ചു, ഗംഗയിലത്തെ ജലം എങ്ങനെ ഈ ചുമരിൻ്റെ ഉള്ളിൽ കയറി കൂടി. അപ്പം അത്രയും കാലം മുമ്പ് എൻ്റെ അമ്മയുടെ മുത്തശ്ശൻ ഗംഗയിൽ പോയി കൊടുന്ന് സൂക്ഷിച്ച ജലമാണ് അവിടെ. അതിന് പലപ്പോഴും കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അദ്ദേഹം മരിച്ചിട്ടില്ല. ഈ ജലം കമ്മിയാവുക എന്നല്ലാതെ അദ്ദേഹത്തിന് മരിക്കേണ്ട സമയം പിന്നെയും നീട്ടിക്കൊടുത്തു. ആരാ കൊടുത്തു? അവർ. പിന്നെ രണ്ടാമത് ഓരോ നമ്മളുടെ സമൂഹത്തിലും, എസ്പെഷ്യലി ഹിന്ദു സമൂഹത്തിലും ഞാൻ വിറ്റ്നസ്സാണ് അതിന്. ഞങ്ങളുടെ വീട്ടിൽ 10 ആളാണ് മക്കൾ. അപ്പോൾ അമ്മ പറഞ്ഞ് പേടിപ്പിക്കും, തുമ്പിയെ കൊണ്ട് നമ്മൾ കല്ലിടിപ്പിക്കില്ല എന്ന് പറയില്ല. അന്ന് കുട്ടികളൊക്കെ കളിച്ചായിരുന്നു അങ്ങനെ. ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ്, ഇപ്പോൾ സമയമില്ല. പക്ഷെ ആ എടുക്കുന്ന സമയത്ത് പറയും, എടാ അങ്ങനെ ചെയ്യണ്ട, നീ നരകത്തിൽ പോവും, അത് ചെയ്യരുത്. അപ്പം തന്നെ പറഞ്ഞ് നരകത്തിൽ പോയി അങ്ങനെ നല്ല മരണം വരിക. അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച ഒരു സമൂഹം ഒരു ഇതിലുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ മരണത്തെപ്പറ്റി കുറിച്ച് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും ധാരാളം സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഈ പാലിയേറ്റീവ് കെയറിൽ വന്ന ശേഷം 2008 വന്ന് കയറിയത് ഇവിടെ. അതിനുശേഷം അപ്പോൾ ഭാര്യ പറയും, നിങ്ങൾ പാലിയേറ്റീവ് കെയർ പോയ ശേഷം നിങ്ങൾ ചീത്തയായി എന്ന് പറയും. കാരണം എപ്പോഴും പാലിയേറ്റീവ് ഈ മരണത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ മരിച്ചാൽ ആദ്യം ആര് മരിക്കും അത് നമ്മളെ കയ്യിലല്ല. നമ്മൾ എൻ്റെ വീട്ടിൻ്റെ പറമ്പിൽ നമ്മളൊരു കല്ലറി ഉണ്ടാക്കുന്നു. ഒരു സൈഡ് നനക്കും എടുക്കാം, ഒരു സൈഡ് എനിക്ക് കൊടുക്കാം. അതിന് ചുറ്റും പൂച്ചെടികൾ ഞാൻ ഇപ്പം തന്നെ നട്ടു വളർത്താം. മരണം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല, മരിക്കണം. അത് മരിക്കണത് എങ്ങനെ മരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. മരിക്കും, ദാറ്റ് ഈസ് ഷുവർ. പിന്നെ ആസ്പത്രികളുടെ കാര്യം പറഞ്ഞു. ഇപ്പം ഞാൻ ഇന്നാൾ ആസ്പത്രിയിൽ പോയ സമയത്ത് എന്നെ ചെയ്തപ്പോൾ വയസ്സ് 86 എന്ന് പറഞ്ഞു. അപ്പോൾ അത് ജെറിയാട്രിക് കെയറാണ്. ഒരു നേഴ്സിനെ വിളിച്ചു. അപ്പോൾ അവരും നമുക്ക് ആ കെയറിൽ ഉൾപ്പെടുത്തി പെട്ടെന്ന് മരിക്കാൻ അവരും സമ്മതിക്കില്ല. കാരണം ആസ്പത്രിക്കാരെ പറ്റി നമ്മൾ ഉണ്ണീഷൻ സാറൊക്കെ ഇവിടെ ഉണ്ട്, അവരും നമ്മളെ വിടില്ല. ഒരാൾക്ക് 5 മരുന്ന് കൂടുതൽ നമ്മൾ കഴിക്കാൻ പറ്റും, നമുക്കൊക്കെ അറിയാം പോളിഫാർമസിയിൽ അതനുസരിച്ച്. പക്ഷെ അവർ സമ്മതിക്കില്ല. അപ്പം നമ്മളുടെ കൂടെ 1-2 നഴ്സുമാർ കൂടെ വന്ന് സാറേ അവിടെ പോകും, സാറേ ഇവിടെ പോകും. അപ്പം ഇന്നാൾ ഞാൻ പോയപ്പോൾ എൻ്റെ ബോഡി ഗാർഡ് എവിടെ ചോദിച്ചു ഞാൻ റിയൂണിയൻ വന്നപ്പോൾ. അപ്പം അതിനെയും കൂട്ടിയാണ് നമ്മളെ വിടുന്നത്. അപ്പം ആസ്പത്രിക്കാരെ നമ്മളെ വിടില്ല, അവർക്ക് നടത്തിക്കൊണ്ട് പൈസ വേണം. അപ്പം മരണം നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല, മരണം നമുക്ക് അനുഭവിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. അത് പീസ്ഫുൾ ഡെത്ത് തന്നെയാണ് ആവുക. പക്ഷേ സാറ് പറഞ്ഞ മാതിരി ഞാൻ വിചാരിച്ചിരുന്നത്, ഇവിടെ വന്ന് ഞാൻ കണ്ടിരിക്കുന്നത്, ആൾ മരിക്കാൻ ഒരുപാട് എഴുന്നേറ്റിരുന്നാണ് ശ്വാസം വലിച്ചിരുന്നവർ, ആ ശ്വാസം നിൽക്കുന്നവരെ. അപ്പോൾ അത് ആസ്മയുടെ എന്തുകൊണ്ടാണ് എനിക്ക് അപ്പം മനസ്സിലായി. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ക്ലാരിറ്റി വന്നു. അതിൽ മരണത്തിന് സമയത്ത് നമ്മൾ റെസ്റ്റ്ലെസ് ആവുന്നത് ഇത്രയും കാലം അദ്ദേഹം ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ലായിരിക്കാം. അത് പീസ്ഫുൾ ഡെത്തിലേക്ക് തന്നെ പോകും. അത് കണ്ടുകൊണ്ട് അതൊരു ട്രാജിക് ഡെത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മരണം കാണുമ്പോൾ സാധാരണ നമ്മൾ പണ്ടൊക്കെ പേടിച്ചിരുന്നു, മരണം എങ്ങനെയാണാവോ, എങ്ങനെയാണ് ഭയങ്കര ഭയാനകമാണെന്നൊക്കെ കരുതിയിരുന്നത്. പക്ഷെ ഇവിടെ കണ്ടപ്പോൾ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ കിടന്ന് വായു എടുത്ത് വലിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു അനക്കണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ കണ്ണടച്ച് അവരങ്ങനെ മരിച്ചു പോകുന്നു. ഒരു വിഷമവും കാണിക്കണ കണ്ടിട്ടില്ല. പക്ഷേ ആ വിഷമങ്ങൾ 1-2 ആഴ്ച മുമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ മരണ നേരത്ത് അവർ വളരെ സൗഖ്യമായിട്ട് അനങ്ങാതെ കിടന്ന് അറിയാതെ കണ്ണടയ്ക്കണതാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മരണം വലിയൊരു വേദനയല്ല എന്ന് ഞാൻ മനസ്സിലാക്കണം ഇവിടുത്തെ അനുഭവം കൊണ്ട്. അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയാണെന്ന്. പിന്നെ എനിക്കൊരു സംശയമുള്ളത്, മരിക്കാനായിട്ട് വല്ലാത്ത ദുരിതത്തിൽ കിടക്കുന്ന ഒരാൾ അയ്യോ ഇങ്ങനെ കിടക്കണ്ട, മരിച്ചു പൊക്കോട്ടെ എന്ന് നമ്മൾക്ക് ഓപ്പണായിട്ട് ചിന്തിക്കാൻ പാടുമോ പറയാൻ പാടുമോ എന്നുള്ളതാണ്. പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കൊരു ഉത്തരം കിട്ടണം. അങ്ങനെ ചെയ്യുന്നതാണ് മാനുഷികമായിട്ടുള്ള ഒന്നെന്നാണ്. മരിച്ചു പോട്ടെ വേഗം എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ പക്ഷം. ഞാനങ്ങനെയാണ് വിചാരിക്കുക. കാരണം അതിൽ ഒരു തെറ്റുമില്ല. കാരണം ഈ
സഫർ ചെയ്തുകൊണ്ട് നമുക്ക് വേറെ മെച്ചമൊന്നുമില്ലല്ലോ. അയാൾ അനിവാര്യമായിട്ടും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് ആൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന വേഗം മരിച്ചു പോയിക്കോട്ടെ, മരിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ യൂത്തനേസിയുടെ കാര്യം എന്നല്ല പറയുന്നത്. നമ്മൾ അവർ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, രോഗി ആഗ്രഹിക്കുകയാണെങ്കിലോ എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുമോ? ഇല്ല. വൈ? കാരണം അത് യൂത്തനേഷ്യയിൽ വരുന്നുണ്ടോ? യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്തിട്ടില്ല നമ്മുടെ അവിടെ. യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം, നമുക്ക് യൂത്തനേഷ്യയെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമില്ല. അതാണ്. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ യൂത്തനേഷ്യ റിക്വസ്റ്റിന് പാലിയേറ്റീവ് കെയർ ഒരളവോളം മറുപടിയാണ്, അല്ലേ? ഒരാൾ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സഫറിങ് കാരനാണ്. പാലിയേറ്റീവ് കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സഫറിങ് കുറയ്ക്കാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ലഭ്യത എത്രത്തോളം ഉണ്ട് അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ആകെ 2-3% എന്നാണ് പറഞ്ഞത്. 2-3% പോപ്പുലേഷൻ 2-3% അല്ല, ആവശ്യക്കാരിൽ 2-3% പേർക്കേ പാലിയേറ്റീവ് കെയർ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ പാലിയേറ്റീവ് കെയറിനെ വ്യാപകമാക്കാനാണോ ശ്രമിക്കേണ്ടത്, യൂത്തനേഷ്യനെ ലീഗലൈസ് ചെയ്യാനാണോ ആദ്യം നോക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. ഒരു ഡീസൻ്റായിട്ടൊരു പാലിയേറ്റീവ് കെയർ എല്ലാവർക്കും കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവട്ടെ. അതിനുശേഷം നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത സഫറിങ്ങിന് ആണെങ്കിൽ നമുക്ക് യൂത്തനേഷ്യനെ പറ്റി ആലോചിക്കാം. ഇന്ന് ഈ 2-3% പാലിയേറ്റീവ് കെയർ വ്യാപനം വെച്ചുകൊണ്ട് നമ്മൾ യൂത്തനേഷ്യയെക്കുറിച്ച് സംസാരിക്കുന്നത് അശ്ലീലമാണ്. ജീവിക്കുന്ന സമയത്ത് ഭയങ്കര ശക്തമായിട്ട് ജീവിച്ചവരും, ആരെ ആശ്രയിക്കാതെ ജീവിച്ചവരും, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിച്ചവരും, അങ്ങനെ ഒരു എന്താ പറയുക, ആത്മപ്രകാശമുള്ള മനുഷ്യരായിരിക്കും. പക്ഷെ അവർ കിടപ്പിലായി കഴിയുമ്പോൾ നിരന്തരമായിട്ട് മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. ബോധം അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല വെച്ചാൽ ആ ആശ്രയിക്കുന്നത് തന്നെ അവർക്ക് വേദനാജനകമാകും. മറ്റൊന്ന്, ഇവർ മുഴുവനും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ സഫർ ചെയ്യുന്നു, പിന്നെ അവരുടെ സൗകര്യങ്ങളും സുഖങ്ങളും എനിക്ക് വേണ്ടി ത്യജിക്കുന്നു എന്ന് പറയുന്ന അറിവും ഇങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ളതായിരിക്കും. 2, ഇതിനു വേണ്ടി ചിലവാക്കപ്പെടുന്ന വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതൊക്കെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ മരിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ അവർക്കൊരു ഹെൽപ്പ് വേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ടീച്ചർ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഒരു സ്വന്തം ആയിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരുപാട് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുക. എൻ്റെ ഏറ്റവും വലിയൊരു പേടി അതാണ്. എൻ്റെ അപ്പിയൊക്കെ വേറെ ആളിന് കോരി എടുക്കേണ്ടി വരും. അത് വലിയൊരു കഷ്ടമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, വേറെ ആളുടെ ആസനത്തിൽ കൈയിട്ട് മലം തോണ്ടിയെടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു അറപ്പുണ്ടാവുന്നില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ അച്ചീവ് ചെയ്യുന്നത് എന്തിനാണ്? സഫറിങ് ഫ്യൂട്ടൈലാണ് നമുക്ക് മുഴുവൻ പറയാൻ പറ്റുമോ? എല്ലാ സഫറിങ്ങിൻ്റെ ഉള്ളിലൊരു ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ മൈക്കൽ കേണി എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാലിയേറ്റീവ് ഫിസിഷ്യൻ ഉണ്ട്. അങ്ങേരെ ഒരു ആർട്ടിക്കിൾ എഴുതി. അതായത് പാലിയേറ്റീവ് കെയർ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ടൊക്കെ അംഗീകരിച്ചു ജനറൽ ഇൻറ്റേർണൽ മെഡിസിൻ്റെ 1987. 67 ആദ്യത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങിയതാണ് സിസിലി സൗണ്ടിൽ. 87 ആദ്യമായിട്ട് ഒരു അംഗീകാരം കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 10-20 കൊല്ലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പാലിയേറ്റീവ് കെയർ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് വലിയൊരു ആഘോഷമായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ സ്പെഷ്യലിസ്റ്റുകളായി. അന്ന് ഈ മൈക്കൽ കേറി എന്ന് പറഞ്ഞ പാലിയേറ്റീവ് കെയർ ഫിസിഷ്യനാണ് ഒരു ഡിസെൻഡിങ് നോട്ട് എഴുതിയത്. പാലിയേറ്റീവ് മെഡിസിൻ ജസ്റ്റ് അനദർ സ്പെഷ്യാലിറ്റി ? അല്ല, അദ്ദേഹം എഴുതുന്നുണ്ട്, എന്തിനാണ് നമ്മൾ സഫറിങ് ഇല്ലാണ്ടാക്കുന്നത്? എന്തിനാണ് പെയിൻ റിലീവ് ചെയ്യുന്നത്? പെയിൻ അൺപ്ലസൻ്റ് ആണെന്നുള്ളതുകൊണ്ട് മാത്രമല്ല, പെയിൻ ഫോർ ദാറ്റ് മാറ്റർ എനി സഫറിങ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു പെയിനിലുള്ള ഒരാൾക്ക് ആ പൊട്ടൻഷ്യൽ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഹീസ് ഓൾ എൻഗ്രോസ്ഡ് ഇൻ പെയിൻ. ആ പെയിൻ മാറ്റിക്കൊടുക്കുകയും ഒരു കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന സമയത്താണ് അയാൾ അതിനെപ്പറ്റി റിഫ്ലക്റ്റ് ചെയ്യുക. വാട്ട് വാസ് ദാറ്റ്? എന്തായിരുന്നു ആ വേദന? വാട്ട് വാസ് ഇറ്റ് ഫോർ മീ? എന്തായിരുന്നു അതിൻ്റെ മീനിങ് എന്തായിരുന്നു? ആ റിഫ്ലക്ഷനിലാണ് ഈ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ ഫിസിഷ്യൻ്റെ ധർമ്മം വെറും പെയിൻ മാറ്റിക്കൊടുക്കൽ മാത്രമല്ല, സിംറ്റമറ്റോളജിസ്റ്റുകൾ മാത്രമല്ല, ഈ സഫറിങ്ങിന് മീനിങ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ സഹായിക്കൽ കൂടി ഉണ്ട് എന്നുള്ളത്. അതായത് ഗ്രോത്ത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരാളുടെ സഫറിങ്ങിനെ നമ്മൾ എങ്ങനെയെങ്കിലും തല്ലിക്കെടുത്തേണ്ടെന്ന് മാത്രമാണോ? അത് ഫിലോസഫിക്കലല്ലേ?
ഫിലോസഫിക്കലാണത്. പക്ഷേ പ്രാക്ടിക്കലായിട്ടും പോസിബിളാണ് എനിക്ക് തോന്നാറുണ്ട്, അതിന് സാധ്യത എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹോപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കുണ്ടെങ്കിൽ എല്ലാ വേദനയും അർത്ഥമുള്ളതാണ്, എല്ലാ സഫറിങ്ങും അർത്ഥമുള്ളതാണ്. പക്ഷെ ആ ഹോപ്പിൻ്റെ അവസാനത്തെ കിരണവും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മീനിങ് നഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിലും ഡെത്ത് കഫേ പോലെ മരണത്തിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന ഇത്തരം സദസ്സുകൾ പല ഭാഗങ്ങളിലും ഉണ്ടായി വരട്ടെ. ഒരുപക്ഷെ അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ വളരെ കുറച്ച് ആളുകളുടെ ഇടയിലാണെങ്കിൽ പോലും ഒരു ഉണർവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടായതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ ലിവിങ് വിൽ എന്നുള്ള ഒരു രേഖ നമ്മുടെ സുപ്രീം കോടതി നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അനുമതി തന്നു. അത് ഒരു പരിധിവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു അന്തസ്സുള്ള മരണത്തിലേക്ക് എന്നെ നയിക്കണം. അതിൽ എൻ്റെ ആഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ഓരോരുത്തർക്കും അവരവരുടെ മരണത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കാനുള്ള ഒരു രേഖയാണത്. അതിപ്പോൾ നിയമപ്രകാരമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ ഹരീഷ് റാണയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഇത്ര ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകിയിട്ട് പോലും ഇന്നും വളരെ വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടർന്നും നടക്കുന്നതും മറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നതൊക്കെ തന്നെ അന്തസ്സുള്ള ഒരു മരണം ഓരോ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഓരോ ഇന്ത്യക്കാരനും അവകാശമാണെന്നും അതിന് ഉള്ള ഒരു സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതിലേക്ക് ഇത്തരം ചർച്ചകൾ നയിക്കും എന്നും പ്രതീക്ഷിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ഡെത്തുമായുള്ളൊരു ഡയലോഗ് വാസ്തവത്തിൽ നമ്മൾ ജീവിച്ച് തുടങ്ങി നമ്മൾ ജീവിതത്തിൽ ഓരോ കാലുവെപ്പ് നടത്തുമ്പോൾ മരണം കൂടുതൽ വ്യക്തമായിട്ട് കാണുകയാണ് വാസ്തവത്തിൽ. കാരണം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വാസ്തവത്തിൽ മരണവുമായിട്ടുള്ളൊരു ആയിട്ടാണ് എനിക്ക് വാസ്തവത്തിൽ ഒരു ചർച്ച ഇതാകുന്നത്. കാരണം സംവാദം വളരെ സൗഹൃദത്തിൻ്റെ ഒരു തലത്തിലാണ് നമ്മൾ ഒരാളോട് സംവദിക്കുക. അപ്പോൾ വാസ്തവത്തിൽ ജീവിതം മുഴുവനും ഒരു വളരെ ഡിഗ്നിഫൈഡായ ഒരു ഡെത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണോ? വാസ്തവത്തിൽ ദിവാകരൻ സാറുടെ പല ടോക്കുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് വളരെ ഡെത്തിന് അതിൻ്റെ ഡിഗ്നിറ്റി ഉണ്ട്, ഡിഗ്നിഫൈഡായുള്ള ഡെത്തിന് വേണ്ടിയിട്ടുള്ള മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ എൻ്റെ ലൈഫ് ഒരു സോക്രട്ടീസ് അങ്ങനെ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. കാരണം ലൈഫ് ഇസ് എ പ്രിപ്പറേഷൻ ടു മീറ്റ് ഡെത്ത് എന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് എ ലോങ് പ്രിപ്പറേഷൻ. അപ്പോൾ വാസ്തവത്തിൽ ഈ ചർച്ച തീരുന്നില്ല, അത് അനുസൃതമായിട്ട് തുടരേണ്ടതാണ്. അപ്പോൾ എനിക്ക് പാലിയേറ്റീവായിട്ട് വേറെ നേരത്തെ ബന്ധങ്ങളൊന്നുമില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇന്ന് നടത്തിയ ചർച്ച വളരെ യൂസ്ഫുള്ളായിരുന്നു. കാരണം എങ്ങനെ ഒരു വ്യക്തി അവൻ്റെ ജീവിതം അവസാനിപ്പിക്കാം, മീൻസ് കമ്മിറ്റഡ് അല്ലാതെ എങ്ങനെ ആൾക്ക് ശാശ്വതമായി പതുക്കെ അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ഈ ചർച്ച. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു ഡിസ്കഷൻ ടോപ്പിക്ക് തന്നെ ആയിരുന്നു ഡെത്ത് കഫേ. അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാക്കി. എന്തായാലും സത്യം പറഞ്ഞാൽ ഇത്തരം സെഷനുകൾ ഉണ്ടെങ്കിൽ ഞാൻ അറിയാനിടയായാൽ ഞാൻ പങ്കെടുക്കുന്നതാണ്. ശാന്തമായിട്ട് മരിക്കണമെങ്കിൽ, ഡിഗ്നിഫൈഡായിട്ട് മരിക്കണമെങ്കിൽ ഡിഗ്നിഫൈഡായിട്ട് ജീവിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ ഡിഗ്നിഫൈഡ് എന്നുള്ളതിൻ്റെ നിർവചനം ഇത് അങ്ങനെ പോകണ്ട. പക്ഷെ നമ്മൾക്ക് ശാന്തമായി ഒരു മനസ്സുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. തീ പിടിച്ച ആത്മാവായിട്ട് പാഞ്ഞു നടക്കാതെ കണ്ട് നമുക്ക് ശാന്തമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനം ഞാൻ വിചാരിക്കുന്നു. ഈ ശാന്തം എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധൻ്റെ പോലുള്ളൊരു നിർമ്മമതയൊന്നും നമുക്ക് സാധ്യമല്ല. സാധാരണക്കാരായുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ആർക്കും ക്രിസ്തു ആവാനും സാധിക്കില്ല. പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന് വേഗം, അതുപോലെ ആർത്തി, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു വേറെ മനുഷ്യനാവുക എന്ന് പറയുന്നൊരു ചിന്ത കുട്ടികളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് പ്രകൃതിയുമായി ചേർന്നിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. നഗരം നമുക്ക് വേണ്ടേ, വികസനം നമുക്ക് വേണ്ടേ, നമുക്കെല്ലാ സൗകര്യങ്ങളും വേണ്ടേ, എല്ലാം നമുക്ക് വേണം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത, ശാന്തത, ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യം എന്നാണ്. ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നല്ലാണ്ട് ഇവിടുന്ന് കിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും സ്വസ്ഥമായിട്ട് ജീവിക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികളിലേക്ക് പീസ്ഫുൾ എന്ന് പറയുന്നത്, പീസ് എന്ന് പറയുന്ന വാക്ക് അത് ആഴത്തിൽ കുട്ടികളുടെ മനസ്സിൽ പതിപ്പിക്കുക എന്നുള്ളത് വളരെ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡിഗ്നിഫൈഡായിട്ട് ജീവിച്ച് ഡിഗ്നിഫൈഡായിട്ട് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ആകെ കൂടി ആലോചിച്ചവരന്തല്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല എന്ന് പറയുന്ന മാതിരിയാണ് കാര്യങ്ങൾ.